അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽക്കാലം നമുക്കൊരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ഓർത്തു വരികയും ചെയ്യുന്ന സർവ്വലോകത്തിൽ ഒരുപോലെ അറിയപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഈ സഭയ്ക്ക് ശക്തമായി നേതൃത്വം നൽകി വരുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ, വിശിഷ്യ പ്രിയ പാസ്റ്റർ ബാബു ജോൺ അവർകൾ, കൂടാതെ പാസ്റ്റർ സാമുവൽ അവർകൾ, പ്രിയ ജോയ് പാസ്റ്റർ, ഡോക്ടർ സിനെ, പാസ്റ്റർ ഏലിയാസ് തുടങ്ങിയ എൻ്റെ കൂട്ടുപ്രവർത്തകരായ ദൈവദാസന്മാരും, അപ്പോൾ തന്നെ ഞാൻ വളരെ ആത്മാർത്ഥതയിൽ നിന്ന് സ്നേഹിച്ചു വരുന്ന, പ്രാർത്ഥനയിൽ ഓർത്തു വരുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, പ്രിയപ്പെട്ടവർക്കും ഗാനശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തിനും, ഓൺലൈനിൽ കൂടെ ദൈവവചനം ശ്രവിക്കുന്ന സുവിശേഷ തൽപരരായ വചനസ്നേഹികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് ചില നിമിഷങ്ങൾ കൂടെ താമസിച്ച നിമിത്തം ഇന്ന് പകൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനവുമായി തിരുസന്നിധിയിലായിരിക്കാനും നമ്മെ തന്നെ ഒരുക്കിയെടുക്കുന്ന അതിമഹത്തായ ദൈവിക ദൂതുകളുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ആയിരിക്കാനിടയായതിൽ അധികമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും പ്രായോഗിക ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുമായ ഒരടിസ്ഥാന വിഷയമാണ് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വേദഭാഗം ഇവിടെ ബോർഡിൽ അഥവാ സ്ക്രീനിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനോടകം ഈ വേദഭാഗം മനഃപ്പാഠമായി പഠിച്ചു എന്ന് ഞാൻ കരുതട്ടെ. ഇല്ല എങ്കിൽ നാം എല്ലാവരും ഈ വേദഭാഗം അതേ പഠിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം ആരെഴുതി എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി വാദപ്രതിവാദങ്ങൾ ഉണ്ട്. നമ്മിൽ പലരും അപ്പോസ്തലനായ പൗലോസാണ് ഇതിൻ്റെ രചയിതാവ് എന്ന് വിശ്വസിക്കുമ്പോൾ അതല്ല എന്ന് വാദിക്കുന്ന ഒട്ടനവധി വാദങ്ങളും ന്യായങ്ങളും ഇതിൻ്റെ പിറകിലുണ്ട്. ചിലർ പറയുന്നു തിമോത്തിയോസ് ഇതെഴുതിയെന്ന്, വേറെ ചിലർ പറയുന്നു അതേ പ്രിസ്കില്ല ഇതെഴുതിയെന്ന്, മറ്റു ചിലർ പറയുന്നു അപ്പല്ലോസ് ഇതെഴുതിയെന്ന്. ഇങ്ങനെ പോകുന്നു അതേ അഭിപ്രായങ്ങളൊക്കെ. എന്നാൽ ഈ പുസ്തകം ആദ്യോടൊന്നും പഠിച്ചു വരുമ്പോൾ പൗലോസിൻ്റെ തനതായ ചില ഉപദേശങ്ങൾ, അതും വളരെ ശക്തമായ ചില ഉപദേശങ്ങൾ ഈ ലേഖനത്തിൽ നാം കാണുന്നത് കൊണ്ട് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പൗലോസ് ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. ആരുമായിക്കൊള്ളട്ടെ, ഈ പുസ്തകം അതെഴുതപ്പെട്ടത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന, അതും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നു വന്ന ഒരു കൂട്ടം ദൈവമക്കൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലവും പുറമേ നിന്നുണ്ടായ ഉപദ്രവ നിമിത്തവും പീഡ നിമിത്തവും അവർ വിശ്വാസം ത്യജിച്ച് പുറകോട്ട് പോകുന്ന
ഒരനുഭവം, അവിടെ പഴയ യഹൂദ മതത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരനുഭവം, അങ്ങനെ പിന്മാറിപ്പോകുന്ന ഒരു കൂട്ടരെ, അതും യഹൂദ ക്രിസ്ത്യാനികളായി വന്ന ഒരു കൂട്ടരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ലേഖനം വിശിഷ്യായി എഴുതപ്പെട്ടത്. ആ ലേഖനത്തിൻ്റെ അടിസ്ഥാന പ്രമേയം ഇതാണ്: നാമോ നാശത്തിലേക്ക്, അതും പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു എന്ന്. അതിനടിസ്ഥാനമായി പറയുന്ന വസ്തുതയാണ് ദൈവേഷ്ടം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യമാണ്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നമുക്കറിയാം, ആദ്യ ക്രിസ്തീയ സഭാചരിത്രം പഠിക്കുമ്പോൾ ആദ്യ 3 നൂറ്റാണ്ടുകളിൽ, വിശിഷ്യ ആരംഭ നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്ക് നേരിടേണ്ടി വന്ന ഒട്ടനവധി പീഡകൾ, അതുപോലെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. സഭയ്ക്കകത്തുനിന്ന് ഉയർന്നു വന്ന വെല്ലുവിളികളും സഭയ്ക്ക് പുറത്തു നിന്ന് ഉയർന്നു വന്ന വെല്ലുവിളികൾ. സഭയ്ക്കകത്ത് നിന്ന് ഉയർന്നു വന്ന വെല്ലുവിളികൾ, അതിന് ദുരുപദേശങ്ങൾ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, സഭയ്ക്ക് പുറത്തു വന്ന വെല്ലുവിളികൾ അത് 2 നിലകളിലായിരുന്നു. ഒന്ന്, യഹൂദന്മാരിൽ നിന്ന് ഉയർന്നു വന്ന പീഡ അന്നത്തെ സഭയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. 2, റോമൻ ഭരണകൂടം അഥവാ ചക്രവർത്തിമാർ, അവരിൽ നിന്നുണ്ടായ ശക്തമായ പീഡ. പ്രത്യേകിച്ച് റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസും, അതുപോലെ തന്നെ നീറോയും, ടൈറ്റസും, ഇവരൊക്കെയും എന്ന് പറയുന്നത് ഡൊമീഷ്യൻ ചക്രവർത്തി, ഇവരൊന്നും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമല്ലായിരുന്നു. ക്രിസ്ത്യാനികളെ ഏത് കാരണവും ചൊല്ലി പീഡിപ്പിക്കുവാൻ ഒരു മടിയും കാണിക്കാത്ത കൂട്ടരായിരുന്നു ഈ ചക്രവർത്തിമാരെന്ന് പറയുന്നത്. 3 നിലകളിലാണ് അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നത്. ഒന്ന്, ഇവര് നരഭോജികൾ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു. നരഭോജികൾ എന്ന് പറയുവാൻ കാരണം, ഇവരവരുടെ ആരാധനയിൽ നമ്മൾ പറയും കർത്തൃമേശ എന്ന് പറയും. ആ അപ്പവീഞ്ഞെടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കുമ്പോൾ ആ അപ്പത്തെ നോക്കിക്കൊണ്ട് പറയും, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ തിന്നണം. ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് കുടിക്കണം. അപ്പം രക്തം കുടിക്കുക, മാംസം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവരെ നരഭോജികൾ എന്നാണ് റോമാക്കാർ വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ളവരെ പീഡിപ്പിക്കണം, അങ്ങനെയുള്ളവരെ ഇല്ലായ്മ ചെയ്യണം. 2, ക്രിസ്ത്യാനികളെ ദുർമാർഗികൾ എന്ന് വിളിച്ചിരുന്നു. ദുർമാർഗികൾ എന്ന് വിളിക്കുവാൻ കാരണം, ഇവർ രാത്രി സമയങ്ങളിലാണ് സാധാരണയായി കൂടി വരാറുള്ളത്. പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് രാത്രി സമയങ്ങളിൽ കൂടി വരുന്നു. നിമിത്തം ഇവർ ദുർനടപ്പുകാരാണ് എന്ന് ഈ റോമർ അല്ലെങ്കിൽ ഈ റോമക്കാര് ക്രിസ്ത്യാനികളെ ആ നിലയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. 3, ഇവർ ഭവനച്ഛേദികളാ പോലും. സുവിശേഷവുമായി കടന്നു ചെല്ലുന്ന വീടുകളിൽ 1 2 പേർ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരും, ബാക്കിയുള്ളവർ പഴയ സ്ഥിതി നിൽക്കും. ഒരു വീട്ടിൽ തന്നെ 2 ആരാധനയും 2 രീതിയും വരുമ്പോൾ ഇവരാണ് ഭവനച്ഛേദികൾ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു. എന്നാൽ അങ്ങനെയുള്ള പീഡ സഹിച്ച നിലനിന്ന ഒട്ടനവധി ഭക്തന്മാർ, അവർ നിലനിൽക്കുവാനുണ്ടായ കാരണമെന്ന് പറയുന്നത്
അവിടെ കഴിവൊന്നുമല്ല. പരസ്യമായി നിന്നുകൊണ്ടാണ് യേശു തന്നെ കർത്താവെന്ന് ഒരു മടിയും കൂടാതെ ഇവർ ഏറ്റു പറയുമ്പോൾ, അങ്ങനെയുള്ളവരെ നോക്കി പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 12:3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും തന്നെ യേശു കർത്താവെന്ന് ഏറ്റുപറയുവാൻ കഴിയുകയില്ല. സ്വയധൈര്യം അവലംബിച്ച് ഏറ്റുപറയാൻ പ്രയാസമുണ്ട്. അതേ മിന്നുന്ന വാളിൻ്റെ മുമ്പിൽ, ഈർച്ച വാളിൻ്റെ മുമ്പിലാണ് ഈ ക്രിസ്ത്യാനികൾ വന്ന് നിൽക്കേണ്ടി വരുന്നത്. അവർ കൈസറാണ് ഞങ്ങളുടെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞില്ല എങ്കിൽ നിമിഷം കൊണ്ട് അവരെ കൊന്നുകളയും, ശിരച്ഛേദം സംഭവിക്കും. ഇത് മുൻപിൽ കണ്ടുകൊണ്ട്, ഈ വെല്ലുവിളി മുൻപിൽ കണ്ടുകൊണ്ടാണ് അതേ ക്രിസ്ത്യാനികൾ, അവർ ഭൂരിപക്ഷമല്ലായിരുന്നു, ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ, അവർ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് കൈസറല്ല, ഞങ്ങളുടെ കർത്താവ് അത് ക്രിസ്തു തന്നെ, യേശു തന്നെ ഞങ്ങളുടെ കർത്താവ്. ഇത് പരിശുദ്ധാത്മാവിൽ അവരേറ്റു പറഞ്ഞതാ, പരിശുദ്ധാത്മാവ് നൽകിയ ധൈര്യത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞതാ. സ്തോത്രം. അങ്ങനെ പീഡ നിമിത്തം ദൈവസന്നിധി വിട്ടുപോകുന്നതായ ആളുകളെ നോക്കിക്കൊണ്ട് എബ്രായ ലേഖന കർത്താവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങൾ പിന്മാറിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. അക്കാലത്ത് ശാരീരിക പീഡനം മാത്രമല്ല ഉണ്ടായിരുന്നത്, വസ്തുവകകൾ കണ്ടുകെട്ടുക, ഒരു കാരണം കൂടാതെ സ്വന്തമായി അനുഭവിച്ചു വന്നിരുന്ന വസ്തുവകകൾ കണ്ടുകെട്ടുക, അതേ വീട്ടിനകത്ത് കയറി പീഡിപ്പിക്കുക, ആളുകളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അടിമവേല ചെയ്യിക്കുക, ഏതെല്ലാം നിലയിലുള്ള മൃഗീയമായ അതേ പീഡയാണ് ഈ റോമാക്കാർ അഴിച്ചുവിട്ടത്. വാസ്തവത്തിൽ അത് വെച്ച് നോക്കുമ്പോൾ, അതുമായി തുലനം ചെയ്യുമ്പോൾ ഇന്ന് നാം പീഡയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഉത്തരഭാരതത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരേതെല്ലാം വെല്ലുവിളികൾ കൂടെയാണ് കടന്നു പോകുന്നത്. ആരാധന നടക്കുമ്പോഴല്ലേ ആലയത്തിനകത്ത് കയറി അവരെ നിഷ്കരുണം അതേ മർദ്ദിക്കുന്നത്. അങ്ങനെയുള്ളവരെ ബലമായി പിടിച്ച് ആലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അതേ കയ്യിൽ കിട്ടുന്ന ഇരുമ്പ് വടിയായാലും വലിയ തടിക്കഷ്ണം കൊണ്ടായാലും അതേ എത്ര മൃഗീയമായിട്ടാണ് അവരെ മർദ്ദിക്കുന്നത്. ഈ പീഡ ഇന്നും നിലനിൽക്കുന്നുവെങ്കിലും ആദിമകാലത്ത് അന്ന് ദൈവമക്കൾ നേരിട്ട പീഡയുമായി നമ്മൾ തുലനം ചെയ്താൽ ഇന്നത്തെ പീഡ ഏതുമില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ നടുവിലും അതേ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുവാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ പിന്മാറിപ്പോകരുത്. എത്ര പീഡ വന്നാലും പിന്മാറിപ്പോകരുത്. നിങ്ങളുടെ വസ്തുവകകൾ കണ്ടുകിട്ടിയാൽ നിങ്ങൾ ഓർക്കണം, ഉത്തമമായൊരു സമ്പത്ത് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞ് അതെ നിങ്ങൾ നിങ്ങളുടെ വസ്തുവകകൾ വിട്ടുകൊടുക്കണം. സ്തോത്രം. ഈ ഭൂമിയിലെ ചില നന്മകൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും ആമേ ഉത്തമമായ സമ്പത്ത് നമുക്ക് സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. അതിന് സഹിഷ്ണുത വളരെ ആവശ്യമാണ്, പെർസിവിയറൻസ് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ സഹിഷ്ണുത എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന മൂലപദത്തിൻ്റെ അർത്ഥം തിരിച്ചും പിരിച്ചും നമ്മളെ ഉപദ്രവിച്ചാലും നെടുകയും കുറുകയും നമ്മെ തല്ലിയാലും അതെ തിരിച്ചു അതേ മറുപടിയും പറയാതെ ആ നിലയിൽ പെർസിവിയർ ചെയ്യുക, ആ നിലയിൽ സഹിക്കുവാൻ കഴിയുക. കാര്യമെന്താ? നമ്മുടെ മുമ്പിൽ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കണമെങ്കിൽ സഹിഷ്ണുത ആവശ്യമാണ്. എന്താണ് വാഗ്ദത്തം? ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട്, എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. സ്തോത്രം. താമസിക്കുകയുമില്ല. ഇതിനോട് ഞാൻ ഒരു വാചകം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. വരുവാനുള്ളവൻ വരും, പോകാനുള്ളവർ ഇവിടുന്ന് പോകും. അതിനി ഒട്ടും സമയം മുൻപിലില്ല, അല്പം പോലും സമയം മുൻപിലില്ല എന്ന് വിശ്വസിക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കൾ കരമൊന്നുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രിപ്പയർ യുവർസെൽഫ്.
ടു മീറ്റ് ദ ലോഡ്. കർത്താവിനെ എതിരേൽപ്പാൻ, അവൻ്റെ മടങ്ങി വരവിങ്കൽ എതിരേൽപ്പാൻ ആയതിനായി ഒരുങ്ങുക എന്നതാണ് ഈ ദിവസങ്ങളിലെ നമ്മുടെ മുഖ്യ പ്രമേയം. നമ്മുടെ ഉപവാസ പ്രാർത്ഥന എടുത്തിരിക്കുന്ന വിഷയം അതാണ്. സ്തോത്രം. ഞാനും അതേ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് പകലും കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകറായ സമയവും ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരട്ടെ. ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം അതേ ഒരാൾ വായിക്കണം. ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. പഴയ നിയമത്തിൽ നിന്ന് ഒരു തിരുവെഴുത്ത് നമ്മുടെ ഈ പ്രമേയവുമായി, നമ്മുടെ ഈ ചിന്താവിഷയവുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചാട്ട്. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേലേ, ഞാനിത് നിങ്ങളോട് ചെയ്യും. ഇത് തന്നെ ഞാൻ നിങ്ങളോട് ചെയ്യും. ആകയാൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്നത് പ്രിപ്പയർ യുവർ സെൽഫ് ടു മീറ്റ് ദൈ ഗോഡ്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക. എന്താ ഈ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഒരുങ്ങുക എന്ന് പറയുന്നത് കേവലം ശാരീരികമായ ഒരുക്കം അല്ല. ഒരുങ്ങുക എന്ന് പറയുന്നത് കേവലം മാനസികമായ ഒരുക്കവുമല്ല. ഇതൊക്കെ ഇതിലുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ ഒരുക്കമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനുണ്ടാകേണ്ട ഒരുക്കമാണ്. ഈ ശരീരം നാം ഇവിടെ ഉപേക്ഷിക്കും, ഇവിടെയുള്ള സകലതും നാം ഇവിടെ ഉപേക്ഷിക്കും. ഒടുവിൽ കർത്താവിനെ എതിരേൽപ്പാനായി മേഘങ്ങളിലേക്ക് കരേറിപ്പോകുന്നത് ആമേൻ നമ്മുടെ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മർത്യ ശരീരം മാറി അമർത്യമായി ഒന്ന് ധരിച്ചുകൊണ്ട്, ഈ മൺമയമായതിനെ ഉപേക്ഷിച്ച് വിൺമയമായ ഒന്നിനെ ധരിച്ചുകൊണ്ട് നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് കയറിപ്പോ. അതിനുവേണ്ടിയുള്ള ആത്മീയമായ ഒരുക്കം, ആ ഒരുക്കമാണ് ആവശ്യമായിരിക്കുന്നത്. ആമോസിൻ്റെ പ്രവചനം ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച ഏതാണ്ട് 1.5 വർഷ സമയം ഞാൻ ഈ ചെറിയ പ്രവാചകന്മാരെന്ന പുസ്തകം ഒന്ന് പഠിക്കാൻ തന്നെ ആഗ്രഹിച്ചു. കാര്യം ഞാനത് വേണ്ട പോലെ പഠിച്ചിട്ടില്ല, സെമിനാരികളിലൊന്നും പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും സ്വയമായി ഒരു പഠനം നടത്താനോട്ട് ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പലതും എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ കൂടി 1-2 അല്ലേ 3 വാക്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒന്ന് പറക്കിയെടുത്ത് എൻ്റെ പ്രസംഗത്തിനെ ഒന്ന് പരിപോഷിക്കുന്നു എന്നല്ലാതെ ആ പുസ്തകം വേണ്ട പോലെ, പുസ്തകങ്ങൾ വേണ്ടതുപോലെ ഞാൻ മനസ്സിരുത്തി പഠിച്ചിട്ടില്ല. ഞാൻ ബിഡിക്ക് പഠിക്കുമ്പോൾ ആകെ കൂടി ആമോസിൻ്റെ പ്രവചനം ഒരു തുടക്കം, ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്നല്ലാതെ അത് വിശദീകരിച്ചൊരു പഠനം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് MTHന് വരുമ്പോൾ ഞാൻ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് അങ്ങ് മാറി. പുതിയ നിയമമായിരുന്നു എൻ്റേതായ പ്രഥമ വിഷയമെന്ന് പറയുന്നു. അപ്പോഴും എനിക്ക് ഈ പുസ്തകങ്ങൾ പഠിക്കുവാൻ അവസരമുണ്ടായില്ല. എൻ്റെ ഡോക്ടർ സ്റ്റഡീസിൽ വന്നപ്പോൾ ഗോസ്പൽ ഓഫ് ലൂക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ നടത്തിയ ഗവേഷണമാകിയാൽ അവിടെയും ഈ പുസ്തകങ്ങൾ പഠിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഏതായാലും കോവിഡ് വന്നത് എനിക്കൊരു വലിയ അനുഗ്രഹമാണ്. ആ കോവിഡ് കാലഘട്ടത്താണ് ഞാൻ ഈ പുസ്തകങ്ങൾ പഠിക്കുവാൻ മനസ്സ് വെച്ചത്. ഞാൻ ഒരളവിൽ മനസ്സുകൊണ്ട് തള്ളിയ പുസ്തകങ്ങളാണ് എങ്കിലും ഞാനിത് പഠിക്കുവാൻ ആരംഭിച്ചപ്പോഴാണ് വാസ്തവത്തിൽ ഇത്ര കണ്ട ആശയം, ഗാംഭീര്യമുള്ള ആഴമേറിയ ദൂതുകളടങ്ങിയ, ഏത് കാലഘട്ടത്തിലുമുള്ള ദൈവമക്കൾക്ക് ഉതകുന്ന ദൂതടങ്ങിയ അനുഗ്രഹീതമായ ഗ്രന്ഥങ്ങളാണ് ഈ ചെറിയ പ്രവാചക പുസ്തകങ്ങളെന്ന്
എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അങ്ങനെയാണ് ആ പുസ്തകങ്ങൾ ആ ഒരു പഠനം പുസ്തകമായി പുറത്തിറക്കുവാനും ചില വർഷങ്ങളായി അനേകർക്ക് അവരുടെ കയ്യിൽ, ചില നാളുകളായി അവരുടെ കയ്യിൽ അത് എത്തിച്ചു കൊടുക്കുവാനും ദൈവം കൃപ നൽകുന്നു. അവസാനമായി ചില കോപ്പികൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടുകൂടി ഈ പുസ്തകത്തിൻ്റെ പബ്ലിഷിങ്ങും അവസാനിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ആമോസിൻ്റെ പ്രവചനം ആ നിലയിലൊന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഏത് കാലഘട്ടത്തിലുമുള്ള ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് മാറ്റിവെപ്പാൻ കഴിയാത്ത അടിസ്ഥാനപരമായ ദൂതുകൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ആമോസിൻ്റെ പ്രവചനം. ഇതിൻ്റെ എഴുത്തുകാരൻ ആമോസ് എന്ന് പൊതുവെ നമ്മൾ അംഗീകരിക്കുന്നു. ആരാണ് ആമോസ്? ആമോസിനെ കുറിച്ച് വലിയ വിശദീകരണമൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല. ചെറിയ സൂചനകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചെറിയ സൂചനകൾ മാത്രം. ആകെക്കൂടി തെക്കോവയിൽ നിന്നുള്ള ആമോസ്. അപ്പൊ സ്വദേശം തെക്കോവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പിന്നെ നമ്മൾ കാണുന്നു ആമോസ് പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, മറിച്ച് കാട്ടത്തിപ്പഴം പെറുക്കി നടന്ന ഒരിടയ ചെറുക്കൻ എന്ന് നമ്മൾ കാണുന്നു. അതിലുപരി യാതൊരു ബയോഗ്രഫിക് ഡീറ്റെയിൽസും ഈ ആമോസിനെ കുറിച്ചില്ല. എന്നാൽ ഞാൻ ഒരു ദൂത് പറയട്ടെ ദൈവമക്കളെ, വാസ്തവത്തിൽ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഭക്തന്മാര് ഏത് കാലഘട്ടത്തിലുള്ളവരായാലും അവരെക്കുറിച്ച് വലിയ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ആവശ്യമില്ല. കാര്യം ദൈവം അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നതിനാൽ അത് തന്നെ മതി അവരുടെ ഡീറ്റെയിൽസ് ആയി ദൈവം. ഏലിയാവിനെ കുറിച്ച് ആകെക്കൂടി നമുക്ക് ലഭിക്കുന്ന ജീവചരിത്ര സൂചനകൾ എന്താ? തുലോം ചെറുക്കമേ ഉള്ളൂ. എന്നാൽ എത്രയെത്ര അധ്യായങ്ങളാണ് ഏലിയാവിനെ കുറിച്ച് നാം പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ളത്. അതൊന്നും ഏലിയാവ് ആര് എന്ന് സമർത്ഥിക്കുകയല്ല, ഏലിയാവിനെ ഉപയോഗിച്ച ദൈവമാര്, അതാണ് ആ അധ്യായങ്ങൾ കൂടെ നമ്മൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ആമോസിന്റെ പ്രവചനത്തിൽ ആമോസ് ആര് എന്നുള്ളതല്ല ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. ആമോസിനെ ഒരു കാലഘട്ടത്തിൽ ആത്മനിറവിൽ കരങ്ങളെടുത്ത് ഉപയോഗിച്ച സർവശക്തനായ ദൈവം അവൻ ആര് എന്നാണ് ഈ പുസ്തകത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. തെക്കോവയിൽ നിന്നുള്ളതായ ഒരിടയ ചെറുക്കനായ ആമോസ്. തെക്കോവ എന്ന് പറയുമ്പോൾ പലസ്തീൻ്റെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബേത്ലഹേമിൽ നിന്ന് വന്നാൽ അതിന് തെക്ക് കിഴക്കായി 8 കിലോമീറ്റർ അകലെ, 5 മൈൽ അകലെ കാണുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ്. ഈ ഒരു കൊച്ചു ഗ്രാമമാണെങ്കിലും ഇന്ന് പകല് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സദസ്സിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ തെക്കോവ എന്ന് പറയാനുണ്ടായ കാരണം എന്താ? ആ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേകത കൊണ്ടല്ല, ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമൊന്നും ആയിരുന്നില്ല. വെറും ഒറ്റപ്പെട്ട ഒരു ഗ്രാമം, ആരും അങ്ങനെ ശ്രദ്ധ കൊടുക്കാതെ പോയ ഒരു ചെറിയ ഗ്രാമം. പക്ഷെ ആ ചെറിയ ഗ്രാമത്തെക്കുറിച്ച് ഇന്ന് പകൽ ഇവിടെ പരാമർശിക്കണമെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയല്ല, ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു അഭിഷക്തനുണ്ട്, ഒരു പ്രവാചകനുണ്ട്. അവൻ നിമിത്തമാണ് ആ ഗ്രാമം പ്രസിദ്ധമായി മാറുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയട്ടെ ദൈവ പൈതലേ, നീ ആരുമല്ലായിരിക്കും, പക്ഷേ നിന്നെ അറിയുന്നത് പോലെ നീ അറിയുന്ന നിന്റെ ഗ്രാമമുണ്ടല്ലോ, നീ അറിയുന്ന നിന്റെ പട്ടണമുണ്ടല്ലോ, അതും അറിയപ്പെടുന്നത് എന്താ? നിന്നെ പലരും അറിയുന്ന നിമിത്തമാണ്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. മണക്കാല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ്. അവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം, അവിടെ വന്നാൽ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അടുത്ത സമയത്താണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ വന്നത്. അടുത്ത സമയത്ത് ഒരു ഡെഫ് സ്കൂൾ വന്നു. 1970 മുതൽ അവിടെ ഒരു സെമിനാരിയും പ്രവർത്തിക്കുന്നുണ്ട്. കുറേ കൊച്ചു കടകളും കമ്പോളം ഉണ്ടെന്നല്ലാതെ ആ മണക്കാലയെ കുറിച്ച് വലിയ പ്രത്യേകതയൊന്നും പറയാനില്ല. പക്ഷെ എന്തോ ഏതോ എവിടെ ചെന്നാലും എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് മണക്കാല ബീവറീസ് എന്നാണ്. മണക്കാല
വാക്കാലുകളുടെ പ്രത്യേകതയല്ല. ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ ഇതിനകത്തുണ്ടെങ്കിൽ, ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസി ഇതിനകത്തുണ്ടെങ്കിൽ, നീ മുഖാന്തരം നിന്റെ ദേശത്തിൻ്റെ മുഖച്ഛായ മാറും. നീ മുഖാന്തരം നിന്റെ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറും. നീ മുഖാന്തരം നിന്റെ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറുമെന്ന് അത് ഉള്ളുകൊണ്ട് വിശ്വസിക്കുന്നവർ കരമൊന്നടിച്ച് ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കളമശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്, ദൈവമക്കളുടെ ഇടയിൽ അറിയപ്പെടുന്നത്, പുറത്ത് മറ്റ് പല നിലകളിലായിരിക്കും, പക്ഷേ ആമേൻ, ദൈവമക്കൾ എവിടെയുണ്ടോ അവരറിയുന്നത്, ഈ ദേശത്തെക്കുറിച്ച് അവരറിയുന്നത്, ഇവിടുന്ന് പുറത്തു വന്ന ഒരു അഭിഷക്തൻ, ഒരു കാലഘട്ടത്തിൽ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ച ശക്തനായ ഒരു അഭിഷക്തൻ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് ഈ കളമശ്ശേരി എന്ന് പറയുന്ന ദേശം ഇത്ര പ്രാധാന്യം അറിയിക്കുന്നത്. ഈ പകൽ ഞാൻ പറഞ്ഞു വരുന്നത്, നീ ഒരുപക്ഷെ ആരുമല്ലായിരിക്കാം, നിനക്ക് കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലായിരിക്കാം, നീ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ ഉപയോഗിക്കുന്നവൻ്റെ മഹത്വം നീ തിരിച്ചറിഞ്ഞാൽ, നിന്നെ ഉപയോഗിക്കുന്നവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ, ആരാണ് നിന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ, നീ ആയിരിക്കുന്ന ദേശത്തിന്റെ മുഖച്ഛായ മാറുമെന്ന് ഈ പകൽക്കാലം ദൈവാത്മാവ് ചിലരെ ചൂണ്ടിക്കൊണ്ട് ദൂതായി വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. ആമോസിന്റെ പ്രവചനം BC 8-ാം ശതകത്തിലാണ് എഴുതപ്പെട്ടത്. BC 8-ാം ശതകത്തില് അന്നത്തെ സാമൂഹിക, സാമ്പത്തിക, മതപരമായ, രാഷ്ട്രീയപരമായ പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കി വേണം ഈ പുസ്തകം പഠിക്കുവാൻ. BC 8-ാം ശതകത്തിൽ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചിരുന്ന 4 പ്രവാചകന്മാരുണ്ടായിരുന്നു. ഒന്ന് യെശയ്യാവ്, മറ്റൊന്ന് മീഖ. യെശയ്യാവിനെയും മീഖയെയും ദൈവം തെക്കേ ദേശത്ത്, അഥവാ ബെന്യാമീൻ ഗോത്രവും യഹൂദ ഗോത്രവും അടങ്ങിയിരിക്കുന്ന ആ തെക്കേ ദേശത്തിലെ പ്രവാചകന്മാരായി BC 8-ാം ശതകത്തിൽ ഉപയോഗിക്കുമ്പോൾ, വടക്കേ ദേശത്ത് അതേ സമയത്ത് അതേ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന 2 പ്രവാചകന്മാരായിരുന്നു ഹോശയും ആമോസും എന്ന് പറയുന്ന. സ്തോത്രം. തെക്കേ ദേശക്കാരനായ, അല്ലെങ്കിൽ പലസ്തീൻ്റെ തെക്കേ ദേശത്തെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവാചകനെ ദൂതുമായി ദൈവം അയച്ചത് നേരെ വടക്ക്, പലസ്തീന് വടക്ക് ഏതാണ്ട് 150 കിലോമീറ്റർ, അതെ, മൈൽ താണ്ടി യാത്ര ചെയ്തു പോകും അളവിൽ ദൂരമുള്ള ഒരു ദേശത്തേക്കാണ് ദൈവം അയക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം പറയട്ടെ, ദൈവം ഒരു ദൂത് നമ്മെ ഏൽപ്പിച്ചാൽ അത് എവിടത്തേക്കാണ് ആ ദൂതൻ എന്നുള്ള തിരിച്ചറിഞ്ഞ്, സമയം നോക്കാതെ, ദൂരം നോക്കാതെ ആ നിലയിൽ കടന്നുപോയി ദൂതറിയിക്കുവാൻ മനസ്സുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മല്ലപ്പള്ളിക്കാരനായ സ്വദേശിയായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി മാത്യു അവർ, ഡോക്ടർ ബി മാത്യു അവർകൾ, ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആ ദൈവദാസന് എത്രയോ വർഷങ്ങളായി, അതും ബീഹാറിൽ ചെന്ന് വെറും കിരാതന്മാരായ ആളുടെ ഇടയിൽ, സംസ്കാരം വേണ്ടതുപോലില്ലാത്ത ആളുകളുടെ ഇടയിൽ, അപരിഷ്കൃതരായ ആളുകളുടെ ഇടയിൽ, ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി ആ ദൈവദാസൻ ഇന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ, തനിക്ക് മല്ലപ്പള്ളിയിൽ ഒരു വേദി കിട്ടാഞ്ഞിട്ടല്ല, കേരളക്കരയിൽ എങ്ങും ഒരു പ്ലാറ്റ്ഫോം കിട്ടാഞ്ഞിട്ടല്ല, ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ തനിക്ക് അവസരം ഒത്തുകിട്ടാഞ്ഞിട്ടുമല്ല, പക്ഷെ ദൈവം ഒരു ദൂതേൽപ്പിക്കുമ്പോൾ അത് എവിടേക്കാണെന്നുള്ള നിയോഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വിപരീതമായി ഒന്ന് ചെയ്യുവാൻ കഴിയുകയില്ല. സകലതും ഉപേക്ഷിച്ച്, സകലതും മറന്ന് അവിടെ പോയി ആ വേല ചെയ്തെങ്കിലേ എൻ്റെ ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. തെക്കോവക്കാരനായ ഒരു പ്രവാചകൻ, അദ്ദേഹത്തെ വടക്കേ ദേശത്ത് ദൈവം അയച്ചിട്ട്
തൻ്റെ നാവിൽ കൊടുത്ത ദൂത് അത്ര സന്തോഷജനകമായ ദൂതല്ല, തികച്ചും ന്യായവിധിയുടെ ദൂതാണ്. അത് ദൈവജനത്തെ നോക്കിയായാലും ഇതര ലോക രാഷ്ട്രങ്ങളെ നോക്കിയായാലും തനിക്ക് വിളിച്ചു പറയാനുണ്ടായിരുന്ന ദൂത് ന്യായവിധിയെക്കുറിച്ചുള്ള ദൂതായിരുന്നു. സ്തോത്രം. എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഓർക്ക്. ആരെങ്കിലും ഒന്ന് വിളിച്ച് വീട്ടിലൊന്ന് കൊണ്ടുപോകണമെങ്കിലും, ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അവർക്ക് മനസ്സുണ്ടാകണമെങ്കിലും, അതേ സംസാരിക്കുന്ന ദൂത് ന്യായവിധിയുടെ ദൂതാണെങ്കിൽ എങ്ങനെ ആര് വിളിച്ചു കൊണ്ടുപോകും? എവിടെ ഒരു സ്വീകരണം കിട്ടും? എവിടെ ഒരു അംഗീകാരം കിട്ടും? എവിടെ ഒരു വേദി ഒരുങ്ങിക്കിട്ടും? ആരുമൊട്ട് വിളിക്കയില്ല. പക്ഷെ ഈ പ്രവാചകന് തനിക്ക് വേദി ഒരു വിഷയമല്ല, ജനത്തിൻ്റെ അംഗീകാരവും ഒരു വിഷയമല്ല, അവിടെ സ്വീകരണം തനിക്ക് വിഷയമല്ല. ദൈവം ഏൽപ്പിച്ച ദൂത് ആത്മനിറവോടെ വീറോടെ ആരുടെയും മുഖത്ത് നോക്കി അപ്പോൾ തന്നെ മുഖം നോക്കാതെ വിളിച്ചു പറയുന്നതായിരുന്നു തൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. BC 8-ാം ശതകത്തിൻ്റെ അന്നത്തെ രാഷ്ട്രീയ പ്രത്യേകത ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ന്യായവിധി എന്തുകൊണ്ട് ആമോസ് നൽകേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒന്ന് പശ്ചാത്തലം പറയുകയാണ്. BC 8-ാം അതേ നൂറ്റാണ്ടിൽ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, പ്രത്യേകിച്ച് യെരൊബെയാം രണ്ടാമൻ രാജാവായി ഭരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാം വേണ്ടുവോളമുണ്ട്. സമൃദ്ധി അതതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. രാഷ്ട്രീയമായ നിലവാരം അതതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. എവിടെ നോക്കിയാലും സ്വസ്ഥതയും സമാധാനവും അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. ഇതര ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ളതായ യാതൊരു അക്രമോ യാതൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. ഈ യെരൊബെയാമിൻ്റെ അടുക്കലാണ് ഒരിക്കൽ യോന ആത്മാവിൻ്റെ നിറവിൽ കടന്നു വന്ന് തന്നോട് ദൂത് പറഞ്ഞു. അതേ, അങ്ങ് അരാബ മുതൽ ഹമാത്ത് വരെയുള്ള ദേശം അങ്ങ് കൈവശമാക്കുമെന്ന് യോന ദൂത് പറഞ്ഞത് അക്ഷരം പ്രതി നിറവേറിയെങ്കിൽ അതേ അന്നത്തെ ഭരണകൂടവും അന്നത്തെ ഭരണ നിലവാരവും എല്ലാം കൊണ്ടും നല്ലത് തന്നെയായിരുന്നു. സാമ്പത്തികമായി നോക്കിയാൽ ഒരു കൂട്ടം ആളുകൾ അവർക്കുന്നതിയിലും സമൃദ്ധിയിലും ജീവിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം. ബിസിനസ് മേഖലയൊക്കെ നന്നായി അതേ പ്രയോജനപ്പെട്ടിരുന്ന ഒരു കാലം. സമ്പന്നന്മാർ സമ്പത്ത് വളരെ വാരിക്കൂട്ടി സ്വരൂപിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ തന്നെ മറുവശം നോക്കിയാൽ ദരിദ്രന്മാര് അതേ അധപ്പതനം സംഭവിച്ച് ചൂഷിതരായ മർദ്ദിതരായ ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയും ഒരു വശത്ത്. ദൈവത്തിന് സ്തോത്രം. മതപരമായി നോക്കിയാൽ ആരാധിക്കാൻ വേണ്ടുവോളം ദൈവന്മാരും ദേവിമാരും പൂജകളും പൂജാഗിരികളും അങ്ങനെയുള്ള ദേവാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ഇതിനിടയിലാണ് ഇസ്രായേൽ മക്കൾ, ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടര്. അവരെ സംബന്ധിച്ചിടത്തോളം നാടോടുന്നതിനൊപ്പം ഓടാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ആയ നിമിത്തം എന്ത് ചെയ്യുന്നു? സമ്പത്തുണ്ടാക്കാൻ കഴിവുള്ളവർ ദൈവജനത്തിൻ്റെ ഇടയിലായാലും അവർ സമ്പത്തുണ്ടാക്കി അവർ സ്വാർത്ഥപരമായി ചിലവഴിക്കുന്നു. ദരിദ്രന്മാരോ അവരൊരു ഭാഗത്ത് മർദ്ദിതരായി ചൂഷിതരായി അവഗണന ഏറ്റുകൊണ്ട് നിന്ന ഏറ്റുകൊണ്ട് ദൈവമക്കളാണ്, കാര്യം ശരിയാ, അവരൊറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. നീതി പോയിട്ട് നീതിയുടെ കണിക പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. എവിടെ നോക്കിയാലും അന്യായവും അനീതിയും ദൈവജനത്തിനെതിരായുള്ള പോരും പോരാട്ടവും നിലനിരുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവജനം മിക്ക പേരും അവർ ദൈവകൃപ വിട്ട് ദൈവസന്നിധി വിട്ട് സത്യ ആരാധന വിട്ട് ജീവനുള്ള ഏക ദൈവത്തെ ഉപേക്ഷിച്ച് അവർ പിന്മാറിപ്പോകുമ്പോൾ പൂജാഗിരികളിലേക്കും അന്യദേവന്മാരിലേക്കും മ്ലേച്ഛതകളിലേക്കും ദൈവജനം ഇറങ്ങിപ്പോകുന്ന പോക്ക് കണ്ടിട്ട് ഉള്ളിൽ വേദന കൊണ്ട ദൈവമത്രേ ഈ പ്രവാചകനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നാവിൽ ന്യായവിധിയുടെ ദൂത് കൊടുത്ത്
അതെ അയച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് പ്രവചിക്ക്, എൻ്റെ ജനത്തോട് പ്രവചിക്ക്, അവർ മടങ്ങി വരേണ്ടതിന് അവരോട് പ്രവചിക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി മടങ്ങി വരട്ടെ. ന്യായവിധിയുടെ ദൂത് പ്രസംഗിച്ചു തുടങ്ങുന്നു. 1-ാം അധ്യായവും 2-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് 6-ാമത്തെ വാക്യം വരെയും പ്രസംഗിച്ചല്ലേ അതെ വിളിച്ചു പറഞ്ഞ ദൂത് ന്യായവിധിയുടെ ദൂതാണ്. ഒരു ഉയർന്ന അതേ കുന്നിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പലസ്തീനെ ആകമാനം ചുറ്റുവട്ടമൊന്ന് നോക്കിക്കണ്ട് പലസ്തീന് ചുറ്റുപാട് സ്ഥിതി ചെയ്ത അയൽ രാഷ്ട്രങ്ങളെ നോക്കിക്കണ്ട് ദൂത് ആരംഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ അയൽ രാഷ്ട്രമാണ് ദമ്മേശക് അഥവാ ഡമാസ്കസ് എന്ന് പറയുന്നത്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് അഥവാ ദമ്മേശക്കിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നു, ദമ്മേശക്കേ, നിങ്ങൾ ചെയ്തു കൂട്ടിയതായ നിങ്ങളുടെ 2-3 അതിക്രമ നിമിത്തം എൻ്റെ ദൈവമോ നിങ്ങൾക്ക് നേരെയുള്ള ശിക്ഷ അവൻ മടക്കിക്കളകയില്ല. ദൈവത്തിന് സ്തോത്രം. ദമ്മേശക്ക് അതേ വടക്കേ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രമാണ്. നേരെ തിരിഞ്ഞുകൊണ്ട് പലസ്തീന്റെ തെക്കേ ദേശത്ത് പടിഞ്ഞാറേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗാസയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നു, അല്ലയോ ഗാസേ, നിങ്ങൾ ചെയ്തു കൂട്ടിയ 2-3 അതിക്രമ നിമിത്തം എൻ്റെ ശിക്ഷയുണ്ടല്ലോ, നിങ്ങൾക്ക് മടക്കിക്കളകയില്ല. തീർന്നില്ല. 3-ാമത് സോരിലേക്ക് വരുന്നു. പലസ്തീന്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതേ അയൽ രാഷ്ട്രമാണ്. സോറിനെ നോക്കിക്കൊണ്ട് പറയുന്നു, സോരേ, നിങ്ങൾ ചെയ്തു കൂട്ടിയ നിങ്ങളുടെ 2-3 അതിക്രമങ്ങൾ നിമിത്തം എൻ്റെ ശിക്ഷ ഞാൻ മടക്കിക്കളകയില്ല. തീർന്നില്ല. ഏദോമിനെ നോക്കിക്കൊണ്ട് പലസ്തീന് കിഴക്ക് വശത്ത് അതെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ഏദോമിനെ നോക്കിക്കൊണ്ട് പറയുന്നു, ഏദോമേ, നിങ്ങൾ വാസ്തവത്തിൽ അബ്രഹാമിന്റെ കുലത്തിൽപ്പെട്ട സന്തതിയ, കാര്യം ശരിയാ. പക്ഷേ നിങ്ങൾ ചെയ്തു കൂട്ടിയ നിങ്ങളുടെ 2-3 അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾക്കും ശിക്ഷയുണ്ട്. ഞാനത് മടക്കിക്കളയാതിരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല. അവിടുന്ന് മോവാബായി, അമ്മോനായി, ഇത്രയും അയൽ രാഷ്ട്രങ്ങളെ എണ്ണി പറഞ്ഞ് അവർക്ക് നേരെ ന്യായവിധിയുടെ ദൂത് അതേ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ അപ്പോൾ യഹൂദ വിചാരിച്ചു, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ ദൈവമക്കളല്ലേ, ഞങ്ങളോട് ദൈവം കരുണ കാണിച്ചു, ഞങ്ങൾക്ക് ന്യായവിധിയില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു. സ്തോത്രം. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, യഹൂദയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നു, അല്ലയോ യഹൂദേ, നിങ്ങൾക്കും ചുട്ടയടിയുണ്ട്. നിങ്ങൾ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ ഓരോന്ന് അത് ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്കുമുള്ള ശിക്ഷ ഞാൻ മടക്കിക്കളകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിചാരിച്ചു ഇസ്രയേല് അവർ രക്ഷപ്പെട്ടു വന്ന്. കാര്യം ഇത്രയും രാഷ്ട്രങ്ങളെ ചൊല്ലി അതെ എണ്ണിപ്പറഞ്ഞ് ന്യായവിധി പറഞ്ഞപ്പോൾ ഇസ്രയേൽ വിചാരിച്ചു അവർ രക്ഷപ്പെട്ടു വന്നില്ല. ഇസ്രയേലിനെ നോക്കിക്കൊണ്ട് ഒടുവിലായി പ്രവാചകൻ വിളിച്ചു പറയുന്നു, അല്ലയോ ഇസ്രയേല്, നിങ്ങൾ ചെയ്തു കൂട്ടിയ സകല അകൃത്യങ്ങൾക്കും നിങ്ങൾക്കും ചുട്ടയടിയുണ്ട്. നിങ്ങൾക്കും ചുട്ടയടിയുണ്ട്. നിങ്ങൾ പറയുന്നു നിങ്ങൾ ദൈവമക്കളാണെന്ന്, നിങ്ങൾ പറയുന്നു തിരഞ്ഞെടുപ്പ് പ്രാപിച്ചവരാണെന്ന്, നിങ്ങൾ പറയുന്നു അബ്രഹാമിന്റെ സന്തതികളാണെന്ന്, നിങ്ങൾ പറയുന്നു യാക്കോബിന്റെ കുലത്തിൽപ്പെട്ടവരാണെന്ന്, നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ചെങ്കടൽ കടന്ന പാരമ്പര്യമുണ്ടെന്ന്, നിങ്ങൾ പറയുന്നു മരുഭൂമിയിൽ കൂടെ അത്ഭുതം കണ്ട അനുഭവമുണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ചെയ്തു കൂട്ടിയ സകല ദോഷപ്രവർത്തികൾക്കും എൻ്റെ ശിക്ഷ ഞാൻ മടക്കിക്കളകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇന്ന് പകൽ ഈ ദൂത് ഞാൻ ദൈവമക്കളോട് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഈ വചനത്തിന് മുൻപാകെ എന്നെ തന്നെ സമർപ്പിച്ചു പറയട്ടെ, ആമേൻ. അന്ന് ന്യായവിധിക്കായി കരം നീട്ടിയ ദൈവം അവൻ നീതിയുള്ള ദൈവമെങ്കിൽ, ന്യായത്തോടെ വിധിക്കുന്ന ദൈവമെങ്കിൽ, ഈ തലമുറയിൽപ്പെട്ടവർക്കും അവൻ മുഖം നോക്കാതെ ന്യായവിധി നടത്തുന്ന ദൈവമാണ്. അവൻ മുഖം നോക്കാതെ ന്യായവിധി നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. എന്താ ഈ ന്യായവിധി? കർത്താവിൻ്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കുമ്പോൾ
ഒന്നാമതായി നാം അറിയേണ്ട ഒരു ദൂതാണ് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള ദൂത്. ന്യായവിധി എന്ന ദൂത് കേൾക്കുമ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഒരുങ്ങുവാനുള്ള സാവകാശം അതിൽ കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവിക ന്യായവിധികൾ എന്ന വിഷയം, ഈ ഒരു വിഷയത്തോട് ചേർത്ത് അല്പസമയം ഒന്ന് ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഈ ദൂത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയും അല്പസമയം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നാം സമയം ചിലവിടുകയും ചെയ്യുന്നതായിരിക്കും. അല്പശാന്തമായി ദൈവവചനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ തന്നെ ഒന്ന് ഒരുക്കുവാൻ ഈ പകൽ ദൈവം കൃപ തരുമാറാകട്ടെ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്തോത്രം. 7-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ദൈവമോ അവൻ നീതിയുള്ള ന്യായാധിപതിയ. പ്രൈസ് ദി ലോർഡ്. നീതിയുള്ള ന്യായാധിപതിയാകുന്നു. എനിക്ക് ആ പ്രയോഗം ആവർത്തിച്ച് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ദൈവം അവൻ നീതിയുള്ള, വളവും വഞ്ചനയും വക്രതയും വെച്ചുകൊണ്ട് ഒരു സൈഡ് പിടിച്ച് വിധി നടത്തുന്നവനല്ല. ആരുടെ റെക്കമെൻഡേഷന്റെ മുഖത്ത് വിധി നടത്തുന്നവനല്ല. വക്കീലന്മാര് 4 പേര് കൂടിയെന്ന് ഒരേ ശബ്ദത്തിൽ വാദിക്കുമ്പോൾ അത് കേട്ട് മയങ്ങിപ്പോകുന്ന ഒരു ജഡ്ജി അല്ല നമ്മുടെ ജഡ്ജി എന്ന് പറയുന്ന. സ്തോത്രം. യോഹന്നാൻ 5:27 നാം ഇങ്ങനെ വായിക്കുന്നു, പിതാവായ ദൈവം തൻ്റെ പുത്രന് കൈമാറിയ 2 അധികാരങ്ങളിൽ, കൈമാറിയ അധികാരങ്ങൾ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാ, കൈമാറിയ 2 അധികാരങ്ങളിൽ ഒന്ന് ജീവൻ പ്രദാനം ചെയ്യുക, ടു ബെസ്റ്റോവ് ഇറ്റേണൽ ലൈഫ്. 2 ടു എക്സിക്യൂട്ട് ജഡ്ജ്മെന്റ്, ന്യായവിധി നടത്തുക എന്നുള്ളത്. നമുക്ക് ന്യായാധിപനായി ഒരുവൻ ഉണ്ടെങ്കിൽ ആമേൻ നീതിയെ ഇഷ്ടപ്പെടുന്നവനും ദുഷ്ടതയെ ദേഷിക്കുന്നവനുമായ ആമേൻ പരമാർത്ഥ ഹൃദയത്തിന്റെ ഉടമയായ ഒരു രക്ഷകൻ, ഒരു കർത്താവ് നമുക്കുള്ളതോർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ഇന്ന് ന്യായം വിധിക്കുന്നത് അതേ അവൻ്റെ പുത്രനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാ, നമ്മുടെ രക്ഷകനാ, നമുക്ക് മുതൽ മുടക്കിയവനാ, നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ കർത്താവ് തന്നെയാണ് അവൻ ന്യായാധിപനായി വരുന്ന. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ 3 നിലകളിലുള്ള ന്യായവിധി നമുക്ക് കാണുവാനായി കഴിയും. അല്പസമയം നാം ആ ഭാഗം ഒന്ന് ചിന്തിക്കുമ്പോൾ എത്രത്തോളം നമ്മെ തന്നെ ഒന്ന് കണ്ടുണരണം, കുറവുകൾ ഏറ്റുപറയണം, കർത്താവിനോടൊന്ന് അടുക്കണം, അവൻ്റെ വരവിനായി ഒരുങ്ങണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. തിരുവചനം പഠിക്കുമ്പോൾ 3 ന്യായവിധികളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി, 2 ജാതികൾക്ക് വേണ്ടിയുള്ള ന്യായവിധി, 3 സകല ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി. ചുരുക്കി പറഞ്ഞാൽ തിരുവചനം വിവക്ഷിക്കുന്ന ന്യായവിധി 3 നിലകളിൽ, 3 സമയങ്ങളിൽ, 3 വെച്ച് 3 കൂട്ടർക്ക് വേണ്ടി 3 ഉദ്ദേശങ്ങളോടുകൂടെ അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ന്യായവിധിയാണ് തിരുവചനം വിവക്ഷിക്കുന്ന ന്യായവിധി. ഇനി ഒരു കാര്യം ഓർക്കണം, ഏത് മതം നമ്മൾ എടുത്തു പഠിച്ചാലും ആ മതങ്ങളിലൊക്കെയും ഒരളവിലല്ലെങ്കിൽ മറ്റൊരളവിൽ ന്യായവിധിയെക്കുറിച്ചുള്ളതായ ഉപദേശമുണ്ട്. മനുഷ്യൻ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു മതവുമില്ല. എല്ലാ മതവും പഠിപ്പിക്കുന്നുണ്ട് ആമേൻ, മനുഷ്യൻ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ജീവിതമുണ്ട്, ഒരു പുനർജീവിതമുണ്ട്. അത് പുനർജന്മമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ല മരിച്ചു കഴിഞ്ഞ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിക്കുന്ന ഒന്നുണ്ട്. ഹൈന്ദവ മതം, ആർഷഭാരതത്തിലെ ഏറ്റവും പുരാതന മതമായ ഹൈന്ദവ മതം പഠിപ്പിക്കുന്നു, ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടും ജനിച്ചു വരുന്നു. അതിന് റീബർത്ത് എന്ന് പറയുന്നു, പുനർജന്മമുണ്ട്. ഈ ആയുസ്സിൽ നന്മ ചെയ്യുന്ന ഒരുവനാണെങ്കിൽ അടുത്ത ആയുസ്സിൽ ജനിച്ചു വരുമ്പോൾ ആ നിലയിലുള്ള ഒരു ജീവിയായി പുറത്തു വരും.
മനുഷ്യനായിട്ടല്ല, ഒരു ജീവിയായി പുറത്തു വരും. ഇവിടെ ക്രൂരനായി ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ ഒന്നുകിൽ കടുവായോ അവൻ ഒന്നുകിൽ പുലിയായോ ജനിച്ചു വരും. ഞാൻ പറഞ്ഞത്, ഇവിടെ എങ്ങനെ ജീവിച്ചു വന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനർജന്മത്തിൽ ആ വ്യക്തി ആയിരിക്കും. ആ പുനർജന്മം പ്രാപിച്ചാലും ആ വ്യക്തി മരിക്കും. അങ്ങനെ അനേക പുനർജന്മ, ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ച് അനേക ജനനം മരണ ആ പ്രക്രിയയിൽ കൂടെ, ആ വലയത്തിൽ കൂടെ കയറി ഇറങ്ങി കോടാനുകോടി പ്രാവശ്യം ജനിച്ചു മരിച്ച് അങ്ങനെ വരുന്ന വ്യക്തിക്ക് മാത്രമേ സായുജ്യം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ, മോക്ഷം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഇത്രയും കാലത്തിനിടയ്ക്ക് അങ്ങനെ മോക്ഷം പ്രാപിച്ച് ഒരു വ്യക്തിയേ ഉള്ളൂ എന്ന് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മതം നമ്മൾ വിശ്വസിച്ചാൽ ഇനി ഏത് കാലഘട്ടത്തിൽ നമ്മൾ എന്തായിത്തീരാൻ പോകുന്നു ആരറിഞ്ഞു? ദൈവത്തിന് സ്തോത്രം. 2, ഇസ്ലാം മതം പഠിപ്പിക്കുന്നു മരണത്തോട് ജീവിതം അവസാനിക്കുന്നില്ല, മരണം കഴിയുന്നു, ഒരു പുനരുത്ഥാനമുണ്ട്. ആ പുനരുത്ഥാനത്തോടുകൂടെ മൺമറഞ്ഞു പോയ സകലരും ഉയർത്തെഴുന്നേറ്റു വരും. എന്നതിന് ശേഷം ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി ഇങ്ങനെയാണ്: വിശാലമായി ഒഴുകി നിൽക്കുന്ന ആഴമേറിയ ഒരു കടല്, ആഴമേറിയ ഒരു ജലാശയം, അതിന് കുറുകെ വെച്ചിരിക്കുന്ന മിന്നുന്ന തിളങ്ങുന്ന മൂർച്ചയുള്ള ഒരു വലിയ വാള്, മരിച്ചു മൺമറഞ്ഞ് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന സകല ആളുകളുടെയും ആത്മാവ് എന്ത് ചെയ്യണം? ഈ വാളിൻ്റെ പ്രതലത്തിൽ കൂടെ സഞ്ചരിച്ച് ഈ കടല് താണ്ടി, അഥവാ ഈ വാളിൻ്റെ ആ മൂർച്ചയുള്ള പ്രതലത്തിൽ കൂടെ അതേ സഞ്ചരിച്ച് ആ കടലിൻ്റെ അക്കരെ ചെന്നെത്തണം. നന്മ ചെയ്യുന്നവൻ്റെ ആത്മാവാണെങ്കിൽ അതെ, ആ വ്യക്തിയുടെ ആത്മാവ് ഈ പ്രതലത്തിൽ കൂടെ മുറിവേൽക്കാതെ ആ കടലിൻ്റെ അക്കരെ ചെന്ന് ചേരും. അതാണ് പറുദീസ എന്നവർ വിശ്വസിക്കുന്നത്. ഇനി തിന്മ ചെയ്ത ഒരുവൻ്റെ ആത്മാവാണെങ്കിൽ ആ വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗത്തൂടെ ആത്മാവ് സഞ്ചരിച്ചു വരുവേ ആ കടലിൻ്റെ നടുഭാഗത്ത് വരുമ്പോൾ അവിടം കൊണ്ട് മുറിഞ്ഞ് ആ കടലിൻ്റെ ആഴത്തിൽ അവസാനിക്കുന്നു. ഇതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന ന്യായവിധി. എന്നാൽ വേദപുസ്തകം എത്ര ശക്തമായ നിലയിൽ അസംദിഗ്ധമായ ഭാഷയിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും. ജനിച്ചു മരിച്ച് കയറി വരുന്ന ഒരവസ്ഥയല്ല. ഒരിക്കൽ നീ മരിക്കുന്നു, അതിനുശേഷം നിനക്ക് ഒരിക്കലായി ഒരു ന്യായവിധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധി. പിന്നെ എന്ന് പറയുമ്പം ഉടനെ അല്ല, അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ന്യായവിധി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 3 ന്യായവിധികളിൽ ഒന്നാമത്തെ ന്യായവിധിയാണ് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി, അഥവാ സഭയ്ക്ക് വേണ്ടി ന്യായവിധിയുണ്ടോ? അങ്ങനെ വരുന്ന ഒരു ചോദ്യമുണ്ട്. സഭയ്ക്ക് എന്തിനാ ന്യായവിധി? സഭ ദൈവമക്കളല്ലേ, കർത്താവിൻ്റെ കാന്തയല്ലേ, വിശുദ്ധന്മാരല്ലേ, ഊനമില്ലാത്ത കളങ്കമില്ലാത്ത അതേ നിർമ്മല കന്യകയല്ലേ? അങ്ങനെയുള്ള കന്യകയ്ക്ക് ന്യായവിധിയുണ്ടോ? ഉണ്ട്. ആ ന്യായവിധി എന്തിനെന്ന് ചോദിച്ചാൽ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ന്യായവിധിയല്ല, മറിച്ച് അവർ ചെയ്ത സകല പ്രവൃത്തികൾക്കും അതിനനുസൃതമായി പ്രതിഫലം തരുവാൻ എൻ്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന വേദിയാണ് ഈ ന്യായവിധി എന്ന് പറയുന്നത്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓരോ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1, ആരാണ് ന്യായകർത്താവ്? 2, എവിടെയാണ് ഈ ന്യായവിധി നടക്കുന്നത്? 3, അതിൻ്റെ സമയം എപ്പോഴാണ്? 4, അത് ആർക്കു വേണ്ടി, അത് ഉൾപ്പെട്ട വ്യക്തികൾ ആരാണ്? 5, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത്രയും കാര്യങ്ങളാണ്. അതെ, ഓരോ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അടുക്കിന്
അടുക്കിന് പഠിക്കേണ്ടത്. ഒന്ന്, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി. അതിലെ ജഡ്ജി ആരാണ്? ന്യായാധിപൻ ആരാണ്? അതിലെ ജഡ്ജി എന്ന് പറയുന്നത് യോഹന്നാൻ 5:27 അടിസ്ഥാനമാക്കി പഠിച്ചാൽ മറ്റാരുമല്ല, നമുക്ക് വേണ്ടി തിരുമാറിലെ തിരക്തം ഊറ്റി തന്ന് നമ്മെ സ്വന്തമാക്കിയ ഒരുവനുണ്ട്, നമ്മുടെ ഉടമസ്ഥനുണ്ട്, നമ്മുടെ യജമാനനുണ്ട്, നമ്മുടെ അവകാശിയുണ്ട്. അവനാണ് അതിൻ്റെ ന്യായാധിപതി. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ന്യായാധിപതി. യേശു കർത്താവ് ന്യായം വിധിക്കാൻ കടന്നു വരുന്ന ആ മനോഹരമായ വർണ്ണനയാണ് വെളിപ്പാട് പുസ്തകം 1:13 മുതൽ നമ്മൾ വായിച്ചു വരുന്നത്. 1 മുതൽ 13 വരെ ഒന്ന് വായിക്കാമോ? നിർത്തി ഒന്ന് വായിക്കാമെങ്കിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അടുത്തത്, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അടുത്തത്, അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൾ തലയുള്ള വാൾ പുറപ്പെടുന്നു. അടുത്തത്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അടുത്തത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ന്യായാധിപനായി സർവ്വ അധികാരത്തോടു കൂടെ സകലറ്റിനെ ന്യായം വിധിപ്പാൻ ഇറങ്ങി വരുന്ന മനുഷ്യപുത്രൻ്റെ സദൃശ്യമാണ്, വർണ്ണനയാണ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടത്. ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ്റെ സ്ഥാനം എവിടെയാ? 7 നിലവിളക്കുകളുടെ നടുവിൽ. എൻ്റെ കർത്താവ് ഒരിക്കലും നമ്മുടെ പിറകിൽ വന്നിരുന്ന് ഒരറ്റൻഡൻസ് കാണിച്ചു പോകുന്നവനല്ല. നമ്മുടെ കർത്താവ് ഇന്നു പകലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ ഈ ആരാധനയുടെ നടുവിൽ, ദൈവജനത്തിൻ്റെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെ എത്ര ദൈവമക്കൾ തിരിച്ചറിയും? ദൈവത്തിന് സ്തോത്രം. ഹി ഈസ് ഓൾവേസ് അറ്റ് ദ സെന്റർ. അവൻ്റെ സ്ഥാനം ഏറ്റവും നടുവിലാണ്. അതെല്ലാം കൊണ്ടും അങ്ങനെയാ. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലുണ്ട്. ഞാൻ അവിടെ നടുവിലുണ്ട്. ഇടയിലുണ്ടെന്നല്ല, ഇടയിലാണെങ്കിൽ എവിടെയുമാകാം, പക്ഷെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കണേ, 7 പൊൻനിലവിളക്കളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടുക. എന്താ ഈ മാറത്ത് പൊൻകച്ച കെട്ടുക? ഇംഗ്ലീഷ് ന്യായാധിപന്മാർ അവർ ന്യായം വിധിക്കുവാനായി കടന്നു വരുന്ന ആ ദിവസം അവർ ധരിക്കുന്ന യൂണിഫോമിൽ അതേ മാറത്തൊരു ബാഡ്ജ് വലിച്ചു കെട്ടും. അതൊരു പൊൻകച്ചി ആയിരിക്കും. ഗോൾഡൻ സാഷ് റൗണ്ട് ദ ചെസ്റ്റ്. ആ പൊൻകച്ച അതേ മാറത്ത് വലിച്ചു കെട്ടുമ്പോൾ ആ വരവ് കാണുമ്പോഴറിയാം, ഇന്നലെ വന്ന ജഡ്ജി അല്ല ഈ വരുന്നത്. ഇന്ന് ഈ ജഡ്ജി വരുന്നത് ന്യായവിധി തീർപ്പ് കൽപ്പിക്കാനാ. ദാണ്ടി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. അടുത്ത, നിലയങ്കി ധരിച്ചവൻ. നിലയങ്കി എന്ന് പറഞ്ഞ നീലയങ്കി അല്ല. ആരോ ഒരാൾ തെറ്റിച്ച് വായിച്ചു. നീലയങ്കി അല്ല. നിലം വരെ പാദം വരെ നീണ്ടു കിടക്കുന്ന അങ്കി. ഈ നിലയങ്കി മഹാപുരോഹിതന്റെ വസ്ത്രമാണ്. നമ്മുടെ കർത്താവ് ന്യായാധിപനായി വെളിപ്പെട്ട് വരുമ്പോൾ ആമേ സർവജനത്തിനു വേണ്ടി ഒരു കാലഘട്ടത്തിൽ പിതാവിന്റെ സ്ഥലം മധ്യസ്ഥമണച്ച മഹാപുരോഹിതൻ അത്രേ ഈ ന്യായാധിപനായി ഇറങ്ങി വരും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. അവന്റെ തലയും തലമുടി ഒന്ന് നോക്കിയേ, കണ്ടാ തോന്നും ആള് പടുക്കിളവനായെന്നല്ലേ. നമ്മെ വിട്ടു പോയിട്ട് 2000 വർഷമായില്ലേ. അപ്പോൾ ഇതിനോടകം ആളങ്ങ് പ്രായം ചെന്ന് കിളവനായി, മുടിയും നരച്ച് തലയമൊട്ടയായി എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അല്ലേ? അല്ലല്ല. ഇവിടെ വെളുത്ത പഞ്ഞി പോലെയുള്ള മുടി, ഹിമം പോലെ വെണ്മയായ മുടി,
അതെന്തിനെയാ കാണിക്കുന്നത്? 3 പദവികളെയാ കാണിക്കുന്നത്. ഒന്ന്, തേജസ്സിൽ അവനിതാ മടങ്ങി വരുന്നു. 2, വിശുദ്ധിയുടെ പ്രഭയായി അവനിതാ മടങ്ങി വരുന്നു. 3, അധികാരത്തോടുകൂടെ ഇതാ അവൻ മടങ്ങി വരുന്നു. തേജസ്സോടും വിശുദ്ധിയോടും അധികാരത്തോടും കൂടെ ന്യായവിധിക്കായി കടന്നു വരുവാൻ അതിന് യോഗ്യനായി ഒരുവനേ ഉള്ളൂ. ചരിത്രം കണ്ടിട്ടുള്ള ഒരുവനേ ഉള്ളൂ. അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കണ്ണൊന്ന് നോക്കി. എൻ്റെ ദൈവമേ, എന്തോ കണ്ണാ! ഉക്കൻ്റെ കണ്ണാന്ന് വേണേ പറയല്ലേ, ചുമന്നിരിക്കുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ എന്ന് പറഞ്ഞാൽ കരുണയുടെ കണിക പോലും തൊട്ട് തീണ്ടിട്ടില്ലാത്ത കണ്ണുകൾ. സ്തോത്രം. ഈ കണ്ണുകൾ ഒരു നാളിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയല്ല. തകർന്നടിഞ്ഞുപോയി യെരൂശലേമിന്റെ അടിവാരത്ത് വന്നിരുന്നുകൊണ്ട് കരഞ്ഞ് അതെ നിലവിളിച്ച ഒരുവന്റെ കണ്ണല്ല ഈ കാണുന്ന കണ്ണ്. ഗെത്സമനെ പൂങ്കാവനത്തിൽ വിങ്ങി വിങ്ങി പൊട്ടി കരഞ്ഞ ഒരുവന്റെ കണ്ണല്ല ഈ കാണുന്ന കണ്ണ്. മറിയയുടെ കണ്ണീരിന്റെ മുമ്പിൽ അയ്യോ കണ്ണുനീർ വാർത്ത ഒരുവന്റെ കണ്ണുകളല്ല ഈ കണ്ണുകൾ. ഈ കണ്ണ് ആമേൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ. കോപാക്രാന്തനായി ഏത് ശിക്ഷയും ആരുടെയും മുഖം നോക്കാതെ റെക്കമെൻഡേഷൻ കൂടാതെ നടത്തുവാൻ അധികാരത്തോടുകൂടെ കടന്നു വരുന്ന ഇവൻ, അവന്റെ അധികാരം എത്ര വലുതാ, പ്രഭയെത്ര വലുതാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതല്, കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ദൈവപൈതൽ, നീ കാണേണ്ട കണ്ണ് ആ അഗ്നിജ്വാലക്കൊത്ത കണ്ണല്ല. നീ കാണേണ്ട കണ്ണ് അതെ മകനെ മകളെ എന്ന് വിളിച്ച് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന കരുണാമയന്റെ കണ്ണാണ് നീ കാണേണ്ട. ദൈവത്തിന് സ്തോത്രം. ലോകത്തെ ന്യായം വിധിക്കാൻ വരുമ്പോൾ ഈ കണ്ണ് കലങ്ങി മറിഞ്ഞു ചുമന്നിരിക്കുന്ന ഈ കണ്ണുകൊണ്ട് ദുഷ്ടന്മാരെ നോക്കി വിളിച്ചു പറയും, അല്ലയോ ശപിക്കപ്പെട്ടവരെ എന്ന് വിളിക്കുമ്പോൾ എന്നാ കരുണയുള്ള കണ്ണാണോ അവിടെ വരുന്നത്? കരുണയുള്ള കണ്ണാണോ? എന്നാൽ വലത്തുള്ളവരെ നോക്കി അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിക്കുമ്പോൾ ആ കണ്ണല്ല, അത് കരുണയുള്ള കണ്ണാ, അത് സ്നേഹം നിറഞ്ഞ കണ്ണുകളാ, അത് ദയ നിറഞ്ഞ കണ്ണുകളാ. ആമേൻ. എന്നാൽ ദുഷ്ടന്മാരെ നോക്കി ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവീന്ന് പറയണമെങ്കിൽ ഈ കണ്ണുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ആമേൻ. അഗ്നിജ്വാലക്കൊത്ത്. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നിന്റെ കുറവ് നീ ഏറ്റു പറഞ്ഞാൽ കരുണ ലഭിക്കും. എന്നാൽ അവൻ്റെ വരവിങ്കൽ നീ കൈവിടപ്പെട്ടു പോയെന്ന് വിചാരിക്കൂ. ആ സമയത്ത് നീ കിടന്ന് കരഞ്ഞു വിളിച്ചാൽ, ഏങ്ങലടിച്ച് മാറത്തടിച്ച് വിളിച്ചാൽ കരുണയുടെ കണിക പോലും ആ കണ്ണിൽ കാണുകയില്ല. അവൻ പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. സ്തോത്രം. ഒരിക്കല് നല്ല മിടുമിടുക്കനായ ഒരു വക്കീലുണ്ടായിരുന്നു. ഏത് കേസും വാദിച്ച് അതിൻ്റെ ആ ആളുകൾക്ക് അനുയോജ്യമായ വിധി നേടിക്കൊടുത്തിരുന്ന ഒരു വക്കീല്. ഈ വക്കീലിന് ഒരു ധനാഢ്യനായ ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു, ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ പുള്ളി ചെയ്യുന്ന സകല തെറ്റിനും ഈ വക്കീല് വാദിച്ച് അതിന് വേണ്ട വിജയം നൽകിയിരുന്നു, മറുപടി നൽകിയിരുന്നു. ഒരു സമയത്ത് ഈ ധനാഢ്യനായ മനുഷ്യൻ ഒരുവനെ കൊന്നു, ഒരു കൊലപാതകനായി മാറി. ഈ ജഡ്ജിയുടെ ഈ വക്കീലിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ഒരുവനെ കൊന്നു, എൻ്റെ കേസ് വാദിച്ച് എനിക്ക് അനുകൂലമായ ഒരു വിധി തരണം. ആ വക്കീല് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്നേഹിത, നിങ്ങൾ അറിഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. അത് ഞാൻ വക്കീലെന്നുള്ളതല്ല, ഞാൻ ജഡ്ജിയായി മാറിക്കഴിഞ്ഞു. സ്നേഹിത, ഞാൻ വക്കീലായിരുന്ന കാലത്ത് നിന്റെ ഏത് കേസ് ഞാൻ വാദിച്ച് നിനക്കനുകൂലമായ വിധി ഞാൻ നൽകിയിരുന്നു. എന്നാൽ എൻ്റെ സ്നേഹിത, ഇപ്പം ഞാൻ വക്കീലല്ല, ഇപ്പം ഞാൻ ജഡ്ജിയായി മാറി.
ഇനി എനിക്ക് കേസ് വാദിക്കാൻ സമയമില്ല, കേസിന് വിധി പറയാനാ എൻ്റെ മുമ്പിലുള്ള ദൈവത്തിന് സ്തോത്രം. എത്ര ദൈവമക്കൾ തിരിച്ചറിയും ഇന്ന് അവൻ നമുക്ക് വക്കീലായി? നമ്മുടെ കർത്താവ് നമ്മുടെ കുറവുകളെ ക്ഷമിച്ച്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്, നമ്മുടേതായ അതേ സ്ഥിതി മനസ്സിലാക്കി നമ്മുടെ വക്കീല്, ആ വക്കീലായ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് പക്ഷവാദം ചെയ്യുമ്പോൾ ഇനി അവൻ വക്കീലായിട്ടല്ല വരുന്നത്, അവൻ ന്യായാധിപനായി അഗ്നിജ്വാലക്കത്ത കണ്ണുകളോടുകൂടിയ ഒരുവനായി ഇറങ്ങി വരുന്നു. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. അടുത്തത് അവൻ്റെ കാലൊന്ന് നോക്കിയേ, നമ്മുടെ കാല് പോലെ ആണെന്ന് നോക്കിയേ. അവൻ്റെ കാല് ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോടിന് സദൃശമായ കാല്. See a feet of brazen nature എന്ന് വെച്ചാൽ അതേ വെള്ളോടിന് സദൃശം. വെള്ളോടെന്ന് പറഞ്ഞാൽ കോപ്പറും സിൽവറും കൂടെ ഉരുക്കിയെടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന ഈ അവശിഷ്ടമാണ് ഈ ബ്രാസ് അഥവാ കോപ്പർ എന്ന് പറയും. അങ്ങനെയുള്ള വെള്ളോട് അത് ഉലയിൽ ചുട്ടു പഴിപ്പിച്ചെടുക്കുമ്പോൾ വെള്ളോടിൻ്റെ രണ്ട് പ്രത്യേകത. ഒന്ന്, അത് ചൂട് പിടിക്കാൻ സമയമേറെ എടുക്കും. ചൂട് പിടിച്ചാൽ അത് തണുക്കാൻ സമയമേറെ എടുക്കും. ഇത് ഉലയിൽ അങ്ങോട്ട് ചുട്ടു പഴിപ്പിച്ചെടുത്ത വെള്ളോട്ടിന് സദൃശമായ കാല്. ഈ കാലുമായിട്ടാണ് ന്യായാധിപനായ കർത്താവ് ഇറങ്ങി വരുന്നത്. ഈ കാലുകൊണ്ടത്രേ അവൻ അധർമ്മമൂർത്തിയാകുന്ന പിശാചിനെ ഈ കാലുകൊണ്ടത്രേ ചവിട്ടി അവന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എത്ര അധികാരത്തോടെയാണ് ഈ ന്യായാധിപൻ കടന്നു വരുന്നത്. 3, അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം എങ്ങനെയുള്ള ശബ്ദമാ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഞാൻ ഇങ്ങനെ പറയും, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്ന് കേൾക്കുന്ന ആ ശബ്ദം പോലെ. നയാഗ്ര വെള്ളച്ചാട്ടം 3 നദികൾ ഒരുമിച്ച് കൂടി ഒരു ഉയർന്ന അതേ ഭാഗത്തുനിന്ന് കീഴോട്ട് വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ശബ്ദം ഏതാണ്ട് ഒരു 3 മൈൽ അപ്പുറം വരുമ്പോഴേ ഇതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അതാ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഈ വരുന്നവൻ്റെ ശബ്ദം നിങ്ങൾ നോക്കിയേ, നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ശബ്ദത്തെക്കാൾ എത്ര ഗാംഭീര്യമായ ശബ്ദത്തോടുകൂടിയാണ് ഇവൻ ന്യായാധിപനായി കടന്നു വരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ അവന്റെ മുമ്പിൽ വിറയ്ക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന കുഞ്ഞേ, നിന്റെ ന്യായാധിപനായി വളർന്നു വരുന്ന നിന്റെ രക്ഷകന്റെ മുമ്പിൽ നീ വിറയ്ക്കണം കേട്ടോ. ഇന്നത്തെ കർത്താവല്ല അന്നവൻ വെളിപ്പെടുവാൻ പോകുന്നത്. അവൻ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശമായ കാലുകളോടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഉള്ള ശബ്ദത്തോടുകൂടിയ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയണമെങ്കിൽ ചെറിയ ശബ്ദത്തിലല്ല, ഭൂമി നടുങ്ങും. 77-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ന്യായവിസ്താരത്തിനായി എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. സർവഭൂമിക്കും അതിൻ്റെ എല്ലാ കോണുകൾക്കും ഒരുപോലെ ചലനമുണ്ടാക്കുന്ന ശബ്ദമാണ് എന്ത്? ആമേൻ. യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ അവൻ ന്യായാധിപനായി വെളിപ്പെടുമ്പോൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുവരുന്ന ആ ശബ്ദം. സ്തോത്രം. അടുത്തത് ആമേൻ, അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്ന അവന്റെ മുഖം. മഹാകവി KV സൈമൺ സാർ അതിനെ കുറിച്ച് പാടിയിരിക്കുന്നത് 7 സൂര്യന്മാർ ഒരുമിച്ച് നിന്ന് ഒരേ സമയം പ്രകാശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷനാണ് കർത്താവ് ന്യായാധിപനായി കടന്നു വരുമ്പോൾ അവന്റെ മുഖത്ത് സ്ഫുരിക്കുന്നത്. ആ മുഖത്തൊന്ന് നോക്കിക്കാണാൻ പോലും
നമ്മെ കൊണ്ട് കഴിയത്തില്ല ദൈവ പൈതലേ. അത്ര കണ്ട് പ്രഭയോടുകൂടിയാണ് അവൻ അധികാരത്തോടെ വരുന്നത്. എന്നാൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറയാൻ ഒരു ദൂത് അതിനകത്ത് കിടപ്പുണ്ട്. അവന്റെ കയ്യിൽ ആരാ ഇരിക്കുന്നതെന്നറിയാമോ? ന്യായാധിപനായി കടന്നു വരുന്നവന്റെ കയ്യില് ആരാ ഇരിക്കുന്നത്? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ. ഇന്ന് പകൽ അടങ്ങിയിരിക്കരുത്. ഈ നക്ഷത്രം ആരാ? സഭയുടെ ദൂതന്മാരാ. ആ സഭയുടെ ദൂതന്മാരാരാ? ഫിലിപ്പിയർ 2:15 നാം വായിക്കുന്നു, അല്ലയോ വിശുദ്ധന്മാരെ, നിങ്ങൾ സഭയുടെ ദൂതന്മാരാ. സഭയുടെ ദൂതന്മാരെന്ന് പറയുന്നത് വിശുദ്ധന്മാരാ. ഈ ഇരിക്കുന്ന വിശുദ്ധന്മാരാ. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ തിരിച്ചറിയും നമ്മുടെ കർത്താവ് ന്യായാധിപനായി അവൻ ന്യായം വിധിക്കുവാൻ, സർവ്വലോകത്തെയും ന്യായം വിധിക്കുവാൻ അധികാരത്തോട് ഇറങ്ങി വരുമ്പോൾ നാം എവിടെയായിരിക്കുന്നത്? അവന്റെ വലങ്കയിൽ. അവന്റെ വലങ്കയിൽ. ഓ, ഇന്ന് പകല് ആ മഹത്വം തിരിച്ചറിയുന്നവര് മാത്രം, ആ ശ്രേഷ്ഠ തിരിച്ചറിയുന്നവര് മാത്രം ഓ ദൈവത്തെ സ്തുതിക്കട്ടെ, കരങ്ങൾ അടിച്ചൊന്ന് ആരാധിക്കട്ടെ. അവന്റെ വലങ്കയിൽ, അവന്റെ വലങ്കയിൽ ഞാൻ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് വലങ്കയിൽ എങ്ങനെയാ പിടിച്ചിരിക്കുന്നറിയാമോ? മൂലഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്രാറ്റയോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾ പറയും ദാണ്ടെ അദ്ദേഹം പിടിച്ചോണ്ട് നിൽക്കുക എന്ന് പറയും. എന്നാൽ അതേ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ പൊതിഞ്ഞ് ഇതിൻ്റെ ഒരംശം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത നിലയിൽ ഇതിനെ പിടിച്ചാൽ അന്നേരവും നിങ്ങൾ പറയും പിടിച്ചിരിക്കുന്നു. ആദ്യത്തെ ഈ പിടുത്തവും ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന ഈ പിടുത്തവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഈ പിടുത്തത്തിൽ നിങ്ങളുടെ കൈ കൊണ്ടൊരു തട്ട് കെട്ടിയാൽ തെറിച്ചതിൻ്റെ വഴിക്ക് പോവും. പക്ഷെ ഈ പിടുത്തത്തിൽ നിങ്ങൾ തട്ടിയാൽ തെറിച്ചു പോകുന്ന ഒന്നല്ല. സ്തോത്രം, സ്തോത്രം, ആമേൻ. നമ്മെ കർത്താവ് അവന്റെ വലങ്കയില് ഇങ്ങനല്ല പിടിച്ചിരിക്കുന്നത്, അവൻ ഇങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കുക. ഒരു ദുഷ്ടശക്തിക്കും കാണാൻ കഴിയാതെ, ഒരു ദുഷ്ടശക്തിക്കും നിന്നെ തൊടുവാൻ കഴിയാതെ, ഒരു പൈശാചിക പോരുകൾക്കും അടുക്കാൻ കഴിയാതെ ഓ അവൻ അവന്റെ ഉള്ളം കയ്യിൽ, വലം കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആടുകളെ കുറിച്ച് ഉപമ പറയുമ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ആടുകളെ തിരിച്ചറിയുന്നു, എൻ്റെ ആടുകളെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അപകരിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല. മുറുകെ പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപനായി കടന്നു വരുന്ന കർത്താവ്, ആമേ, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി എവിടെയാ നടക്കുന്നറിയാമോ? അത് മധ്യാകാശത്ത് വെച്ചായിരിക്കും. മധ്യാകാശത്ത് വെച്ച് ആമേ, സ്വർഗത്തിലായിരിക്കും നമ്മുടെ കർത്താവ്. സ്വർഗീയ മഹിമകളെ വിട്ട് ആമേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ സ്വർഗത്തിൽ നിറങ്ങി വരുന്നു. അതേ സമയത്ത് ഭൂമിയിലായിരിക്കുന്ന നാമോ ആമേൻ, 50-ാം സങ്കീർത്തനം 5-ാം വാക്യം 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കലേക്ക് കൂട്ടുവീൻ. ഇവിടെയായിരിക്കുന്ന വിശുദ്ധന്മാര് അങ്ങോട്ട് കയറി പോകുന്നു. സ്വർഗാദി സ്വർഗങ്ങളിൽ പിതാവിന്റെ സ്ഥലിരിക്കുന്ന എൻ്റെ കർത്താവ് അവനിതാ അവിടുന്ന് ഇറങ്ങി താഴോട്ട് വരുന്നു. നമ്മൾ 2 കൂട്ടരും കൂടെ സമ്മേളിക്കുന്ന ഒരിടമാണ് മധ്യാകാശം. ദൈവത്തിന് സ്തോത്രം. ആ മധ്യാകാശത്തിൽ വെച്ചാണ് ആമേൻ നമുക്കുള്ള ന്യായവിധി, വിശുദ്ധന്മാർക്കുള്ള ന്യായവിധി. 2 കൊരിന്ത്യർ 5:10 നാം ഇങ്ങനെ വായിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകും. അങ്ങനെങ്കിൽ അയറയിൽ വെക്കുന്നതായ
സിംഹാസനത്തിൻ്റെ പേരാണ്. ആ ന്യായവിധി നടത്തുന്ന ആ ഇടം അഥവാ ബീമ എന്ന് പറയും, ഉയർന്ന സ്ഥലത്തിൻ്റെ പേരാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ആ ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പിൽ വന്നു നിൽക്കുന്നത് ആരാ? അവൻ്റെ വിശുദ്ധന്മാരാ വന്നു നിൽക്കുന്നത്. ആമേൻ. പൗലോസ് തുടങ്ങി പത്രോസ് തുടങ്ങി സകല ശിഷ്യന്മാരും അതിനോട് ചേർന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റ് വന്ന സകല വിശുദ്ധന്മാരും അതിനോട് ചേർന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരും മാതാക്കളും അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെങ്കിൽ അവരും ഉയർത്തെഴുന്നേറ്റ് വന്ന് നിൽക്കും. ഏറ്റവും ഒടുവിലായിരിക്കും കർത്താവ് ഇപ്പോൾ വന്നാൽ ഏറ്റവും ഒടുവിലായിരിക്കും ഞാനും നിങ്ങളും വന്നു നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നാം തല പൊക്കി നോക്കിയാൽ അവിടെ നിൽക്കുന്ന പൗലോസിനെയും ഇവിടെ നിൽക്കുന്ന പത്രോസിനെയും ഇവിടെ നിൽക്കുന്ന യോഹന്നാനെയും നമുക്കൊന്ന് കാണാൻ കഴിയും. നാം ഒന്ന് തിരിഞ്ഞ് ഒന്ന് മുഖമുയർത്തി നോക്കിയാൽ ന്യായാധിപനായി സിംഹാസനത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന കർത്താവിനെ നാം നേരിൽ കാണും. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവമക്കൾക്ക് ആ പ്രത്യാശയുണ്ട്. ആമേൻ, ആമേൻ. അവിടെ നമ്മെ കർത്താവ് ന്യായം വിധിക്കുന്നത് നാം ചെയ്ത സകല പ്രവൃത്തികൾക്കും തക്ക പ്രതിഫലം, കേട്ടോ. തക്ക ചെയ്തതിനനുസരിച്ച കർത്താവ് പ്രതിഫലം. അളവിനൊത്ത് അവൻ അളഞ്ഞു തരിക, അളവിനൊത്ത് അളഞ്ഞു തരിക. നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്തോ അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് കർത്താവ് തരുന്നത്. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. സ്തോത്രം. നമ്മൾ പൗലോസ്ലീഹ എന്ന് പറയുന്ന 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ചിലര് മരം, ചിലര് പൊന്ന്, അതേ വെള്ളി, അതേ കല്ല്, മൈക്കോല്, മരം എന്നിവ കൊണ്ടൊക്കെ പണിയും. എന്നാൽ ആ ന്യായവിധിയുടെ തീയായത് ശോധന ചെയ്യുന്നത് പൊന്നുകൊണ്ട് പണിയുന്നു, വെള്ളി കൊണ്ട് പണിയുന്നു, പണമുള്ളവർ അതുകൊണ്ട് പണിയുന്നു, കഴിവുള്ളവർ അതുകൊണ്ട് പണിയുന്നു, അറിവുള്ളവർ അതുകൊണ്ട് പണിയുന്നു. എന്നാൽ അതേ സമയത്ത് വൈക്കോല് കൊണ്ടും പണിയുന്നവരുണ്ട്. ഒരു കോഴിമുട്ടയായിരിക്കും ഞായറാഴ്ച സ്തോത്രകാഴ്ചയ്ക്കായി കൊണ്ടുവരുന്നത്, അല്ലെ പിടിയേരി ആയിരിക്കും സ്തോത്രകാഴ്ചയായി കൊണ്ടുവരുന്നത്, അല്ലെ 2 കാശിട്ട വിധവയുടെ കേസ്, ആ 2 കാശായിരിക്കും അവൾക്കാകമാനമുള്ളത്. നീ ആ വൈക്കോല് കൊണ്ട് പണിതാലും, നീ കല്ലുകൊണ്ട് പണിതാലും, നീ പൊന്നുകൊണ്ട് പണിതാലും, വെള്ളി കൊണ്ട് പണിതാലും, നീ മരം കൊണ്ട് പണിതാലും, ആ ന്യായവിധി ദിവസത്തിൽ നീ ചെയ്ത പണി അതുപോലെ വെളിപ്പെട്ട് വരും. അതിനനുസരിച്ച് എൻ്റെ കർത്താവ് നിനക്ക് പ്രതിഫലം തരും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ചെയ്ത സകല പ്രവൃത്തികൾക്കും കർത്താവ് പ്രതിഫലം തരും. എങ്ങനെയാ പ്രതിഫലം തരുന്നത്? ആ പ്രതിഫലം കിരീടങ്ങളായിട്ട കർത്താവ് തരുന്നത്. ആമേൻ. കിരീടങ്ങളായി, മുത്തുമയമായ പൊന്മയമായ കിരീടങ്ങളായി. സ്തോത്രം. ഞാൻ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ശക്തമായ എതിർപ്പ് എനിക്കുണ്ടാകുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് സ്ഥാനമില്ല, നീ നിൻ്റെ പാട്ടിന് പോ, നീ എന്ന് പറയുന്ന ഒരു മകൻ ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് സീൽ ചെയ്ത് എന്നെ അവർ പാക്ക് ചെയ്ത് വിട്ടതാ. സ്തോത്രം. അന്ന് വീട് വിട്ടിറങ്ങി വന്നതുകൊണ്ട് ഇന്ന് ഈ നിലയിലായിത്തീരാനിടയായി. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിന് അടുത്ത് ഒരു വീടുണ്ട്. അവിടെ ഒരു കൊച്ചു മോളുണ്ട്. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളെയൊക്കെ കണ്ട് ഞാൻ അതുവഴി നടന്ന് ഇനി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി മണക്കാലേക്ക് തിരിച്ചു വരാനായി ഞാൻ ആഗ്രഹിച്ച് അങ്ങനെ ഈ വീടിൻ്റെ മുമ്പിൽ കൂടെ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരിക. ഈ വീടിൻ്റെ മുമ്പിൽ കൂടെ നടന്ന് ഞാൻ വരുമ്പോൾ ഈ കൊച്ചു മോള് വന്നാൽ അവൾക്ക് 7 വയസ്സോ 8 വയസ്സോ പ്രായം കാണും. ഒരു കൊച്ച് സ്കേർട്ടുമൊക്കെ ഇട്ട് ഒരു കൊച്ചുടുപ്പമൊക്കെ ഇട്ട് എന്നെ അവിടെ വീട്ടിൽ നിന്നുകൊണ്ട് എന്നെ കണ്ടു. ഞാൻ ആ മുമ്പിലത്തെ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലോട്ട് വരുന്ന അവൾ കണ്ടു. അവിടെ വീട്ടിൽ നിന്ന് അവൾ സ്റ്റെപ്പ് ചാടി ഇറങ്ങി താഴോട്ട് വന്നു. എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, അവൾ പെന്തിക്കോസ്ത് കുടുംബത്തിൽപ്പെട്ട ഒരു മോളാ. അവൾ എന്നെക്കുറിച്ച് എങ്ങനെയൊക്കെയോ അറിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസി വന്നതും എൻ്റെ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രലോഭനങ്ങളും ഒക്കെ അവൾ അവിടെ പപ്പ പറഞ്ഞോ മമ്മി പറഞ്ഞോ ഒക്കെ അറിഞ്ഞതായിരിക്കും. അവൾ എൻ്റെ അടുത്തോട്ട് ഓടി വന്നു, എൻ്റെ മുഖത്തോട്ട് നോക്കി എന്നോട് രായിച്ച എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് മക്കളെ? ഉടനെ പറഞ്ഞു, രായിച്ചാന് വീട്ടിൽ നിന്ന് ഒത്തിരി ഉപദ്രവമുണ്ടല്ലേ, ഒത്തിരി പ്രയാസങ്ങളുണ്ടല്ലേ. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാം മക്കളെ, മക്കളും പ്രാർത്ഥിക്ക് എന്ന് പറയുമ്പോൾ അവൾ എടുത്ത വായിൽ പറഞ്ഞു മറുപടി കേൾക്കണോ? രായിച്ചാൻ വിഷമിക്കരുത്, രായിച്ചാന് കർത്താവ് വേണ്ടി ഒരുക്കുന്ന ഒരു കിരീടമുണ്ട് കേട്ടോ. രായിച്ചാൻ അനുഭവിക്കേണ്ടി വരുന്ന ഓരോ പ്രയാസങ്ങളും ആ കിരീടത്തിൽ ഓരോ മുത്തായി മാറും. രായിച്ച
അനുഭവിക്കേണ്ടി വരുന്ന ഓരോ വേദനയും പ്രയാസവും ആ കിരീടത്തിൽ ഓരോ മുത്തായി മാറും. ആയിരം പുസ്തകങ്ങൾ ഞാൻ ഇതിനോടകം വായിച്ചു വിട്ട ഒരു വ്യക്തിയ, ഇത്രത്തോളമൊക്കെ പഠിക്കാൻ ദൈവം കൃപ തന്ന ഒരു വ്യക്തിയ. 48 വർഷമായി കർത്താവിൻ്റെ വചനവുമായി വിവിധ ഇടങ്ങളിൽ നടന്ന് ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയ. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്നും മായിച്ചിട്ടും മായാ നിൽക്കുന്ന ഒരാശയമാണ് ആ കുഞ്ഞെനിക്ക് പറഞ്ഞത്. അതെൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനിടയായി. രായിച്ച എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും സാരമില്ല, രായിച്ചാന് വേണ്ടി കർത്താവ് ഒരുക്കുന്ന കിരീടത്തിൽ ഓരോ മുത്തുമർദ്ദിക്കുകയാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നമുക്കൊരു കിരീടം നമ്മുടെ കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. നാം ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും അനുസൃതമായ കിരീടം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കിരീടമാണ് ജീവകിരീടം. വെളിപ്പാട് 2:10, യാക്കോബ് 1:12 അവിടെ ഇങ്ങനെ വായിക്കുന്നു. പ്രിയ ഭാവിച്ചാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതാ, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഇത് രക്തസാക്ഷികൾക്കുള്ള പ്രതിഫലമാണ്. രക്തസാക്ഷി മരണം പ്രാപിച്ചവർക്കുള്ള പ്രതിഫലമാണ് ജീവകിരീടം. ശാരീരിക ഉപദ്രവമേറ്റും തല്ലും അടിയും നിന്ദയും സഹിച്ച്, ആമേ കൊടിയ യാതനയും വേദനയും സഹിച്ച് അങ്ങനെ മരിക്കേണ്ടി വന്നാൽ, അങ്ങനെ ഉള്ളവരെ എൻ്റെ ദൈവം മറന്നു കളയുന്നവനല്ല. അവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കിരീടമാണ് എന്ത്? ജീവകിരീടം. രണ്ടാമത്തെ കിരീടമാണ് പ്രശംസാ കിരീടം. 4:1, ഫിലിപ്പിയർ 4:1, 1 തെസ്സലോനി 2:15 ആത്മാക്കളെ നേടുന്നവർക്കുള്ള കിരീടമാണ് പ്രശംസാ കിരീടം. ഫിലിപ്പിയ സഭയെ നോക്കി, അതേ വിശുദ്ധന്മാരെ നോക്കി പൗലോസ് പറയുന്നു, അല്ലയോ എൻ്റെ പ്രശംസാ കിരീടമായുള്ളവരെ. ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന കിരീടമായ എന്ത്? പ്രശംസാ കിരീടം. ആരെങ്കിലും ഒരു വ്യക്തിയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിനക്കാരും അറിഞ്ഞ് അതിനൊരു പ്രതിഫലം തന്നില്ലേലും അതിനും ഒരു പ്രതിഫലം കർത്താവ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ്റെ സന്നിധിയിൽ ആ ന്യായവിധി കോർട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നീ നേടിയ ആത്മാക്കളും കൂടെ വന്ന് നിൽക്കും. എത്ര പേരെ നീ നേടിയോ അത്രയും മുത്തുകൾ ചേർന്ന ആ പ്രശംസാ കിരീടം നിന്റെ തലയിൽ അങ്ങോട്ട് അണിയിക്കുമ്പോൾ നീ പരിസരം മറന്ന് നൃത്തം ചെയ്യും. സ്തോത്രം. ഓടിയതും അധ്വാനിച്ചതിനും ആത്മാക്കളെ നേടിയതിനും നിന്ന സഹിച്ചതിനും ഒക്കെയുള്ള പ്രതിഫലമാകട്ടോ ഈ പ്രശംസാ കിരീടം. അടുത്തത് തേജസ്സിന്റെ വാടാത്ത കിരീടം. തേജസ്സിന്റെ വാടാത്ത കിരീടം 1 പത്രോസ് 5:4 എന്നാൽ ഇടയ ശേഷൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ നിങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം. ആമേൻ. അത് ഇടയന്മാർക്കുള്ളതാ കേട്ടോ. എന്ത് സാഹസമൊക്കെ കഴിച്ചാന്നറിയാമോ? ഒരു സഭ നടത്തിക്കൊണ്ട് പോകുന്നത്. ആകെ ആട് 3 ഉള്ളെങ്കിലും ഇടയൻ ആടാൻ ആ 3 എല്ലാം വേണ്ട കേട്ടോ. അതുപോലുള്ള ശുശ്രൂഷയാണ് ഇടയന്മാരുടെ ശുശ്രൂഷ. ഇടയനും ആടും എന്നാണ് പറയുന്നത്. ഇടയനും ആടും അതുപോലുള്ള ശുശ്രൂഷയാണ്. ഞാനൊരു അധ്യാപകൻ നിലയിൽ വർഷങ്ങളായി ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഒരു പാസ്റ്ററായിട്ട് ഇന്ന് വരെ ആ ശുശ്രൂഷ ഞാൻ തുടരുന്നു. അപ്പോൾ എനിക്കറിയാം ഇത് രണ്ടിലുള്ള വ്യത്യാസം. ഒരു അധ്യാപകൻ രാവിലെ ഫയലും പിടിച്ച് ക്ലാസ്സിലോട്ട് വന്നു, അറ്റൻഡൻസും എടുത്തതിന് ശേഷം അവർക്ക് കൊടുക്കേണ്ട നോട്ട്സും കൊടുത്ത് എന്തേലും ഒന്ന് പറഞ്ഞു കൊടുത്ത് ക്ലാസ് അവസാനിപ്പിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുക അല്ലാതെ പിന്നെ വലിയ ചുമതലയൊന്നുമില്ല. പിന്നെ അടുത്ത ദിവസം ക്ലാസ്സിനങ്ങ് പോയാൽ മതി. പിന്നെ അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം, ഇത്രയേ ഉള്ളൂ. പക്ഷേ 3 പേരെ ഉള്ളെങ്കിലും ഒരു സഭ നടത്തിക്കൊണ്ടു പോകുന്ന ഇടയൻ കണ്ടാൽ, ഇടയൻ ആടുന്ന കണ്ടാൽ എൻ്റെ ദൈവമേ ഭയങ്കരമാണ്. 3 പേരെ ഉള്ളെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങളാണ്. ഞാനൊരു സഭയെ 3 വർഷം ശുശ്രൂഷ ചെയ്തു. അവസാന യാത്രയപ്പ് സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വന്നു, പ്രിയമുള്ളവരെ, ഞാൻ പഠിച്ചതനുസരിച്ച്
അതേ നിത്യതയെ ചെല്ലുമ്പോൾ മാസം തോറും ആ പുതിയ ഫലമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ സഭയിൽ ചാർജ് ഞാൻ എടുത്തു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഓരോ ദിവസവും ഞാൻ പുതിയ ഫലം അനുഭവിക്കേണ്ടി വന്നു. എനിക്കതിലിച്ചിരി പ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് പോരേണ്ടി വന്നു. അവിടെ ഓരോ ദിവസവും പുതിയ ഫലമാണ്. കൊള്ളാകുന്ന ഫലമാണെന്നേ വേണ്ടിയല്ല, നമുക്ക് പറിച്ചുകൊണ്ട് പോകാം. ഇത് പുതിയ ഫലമാണ്, വല്ലാത്ത ഫലമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം അങ്ങനെയൊക്കെ അതേ വളരെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും ഒരു സഭ നടത്തി വരുന്ന ഇടയന്മാർക്കും കർത്താവ് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. അച്ഛാ, ഒരു പ്രതിഫലമുണ്ട്. അതാണ് തേജസ്സിന്റെ വാടാത്ത കിരീടം. ഇനിയും പോട്ടെ, തലേ കിരീടം ഒന്നും കിട്ടിയില്ലേലും കോടാനുകോടി ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ത്രിയേകതയും ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനത്തിൽ കോടാനുകോടി വിശുദ്ധന്മാരുടെ മുമ്പിൽ ഈ വർഗീസിനെ പരസ്യമായി ഒന്ന് അനുമോദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ കിരീടം എന്തിനാ എനിക്ക്? അതല്ലേ വലിയ കാര്യം. തലയിലോട്ട് ഇങ്ങോട്ട് വെച്ച് തരാം. ഇനിയും കിരീടം ഒന്നും ഇനിയും അങ്ങനെ ഉണ്ടായിരിക്കാം, പോട്ടെ. കിരീടം ഒന്നും കിട്ടിയില്ലേലും പരസ്യമായിട്ട് കോടാനുകോടി ദൂതന്മാരുടെ ആ ഒരു സാന്നിധ്യത്തിൽ, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കോടാനുകോടി വിശുദ്ധന്മാര് നോക്കി നിൽക്കെ എന്നെ ഇങ്ങോട്ട് പരസ്യവേദിയിലോട്ട് വിളിച്ചു വരുത്തി അനുമോദിക്കുന്നെങ്കിൽ ഇതിൽ പരം പ്രതിഫലം ഇനി എന്നെ വേണം ദൈവമക്കൾ. സ്തോത്രം. തേജസ്സിന്റെ വാടാത്ത കിരീടം. അടുത്തത് ആമേ നീതിയുടെ കിരീടം. ആമേ 2 തിമോത്തിയോസ് 4:8 അവിടെ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, ഇതാ നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അതെനിക്ക് മാത്രമല്ല അവൻ്റെ വരവിങ്കൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. കർത്താവിൻ്റെ വരവിനെ ആകാംക്ഷയോടെ നോക്കി കാത്തിരിക്കുന്ന ദൈവവൈതലേ, നിനക്കൊരു പ്രതിഫലം കർത്താവ് വെച്ചിട്ടുണ്ട്. പ്രൈസല്ലോ, പ്രതിഫലം കർത്താവ് വെച്ചിട്ടുണ്ട്. ഒരിക്കലൊരു വീട്ടിൽ നിന്ന് ആ വീട്ടിലെ ചെറുപ്പക്കാരൻ ജോലിക്കായി ദുബായിലേക്ക് പോയി. ആദ്യമായി ജോലി കിട്ടി പോവുക. ഒരു പ്രായം ചെന്ന അമ്മയെ നോക്കണം, തള്ളയെ നോക്കണം, 2 കുരുന്നു കുഞ്ഞുങ്ങൾ. ഭാര്യയെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എടീ നീ കുഞ്ഞുങ്ങളെ നോക്കണം, അമ്മയെ നോക്കണം. ഞാൻ ചെന്നിട്ട് ഞാൻ കത്തയക്കാം, പിന്നെ കത്തിനകത്ത് ഞാൻ കൊച്ചു കടലാസമൊക്കെ വെച്ച് അയക്കാം. ഇത് ഇപ്പോഴെങ്ങും അല്ല, കുറേ നാൾക്ക് മുമ്പുള്ള കാര്യമാണ്. കൊച്ചു കടലാസമൊക്കെ വെച്ച് അയക്കാം കേട്ടോ. നീ അമ്മയെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം. ആ സൗകര്യം വളരെ വേദനയുണ്ടായി. കുഞ്ഞുങ്ങളെ അമ്മയെ നോക്കുന്നതിനുള്ള വേദനയല്ല, എൻ്റെ ഭർത്താവ് ഇനി എന്നെ പിരിഞ്ഞു പോകുന്നു, ഇനി എന്നാ ഒന്ന് കാണാൻ പറ്റുന്നത്, എന്നാ ഇനി ഒന്ന് വരുന്നത്. സ്തോത്രം. ഓരോ മാസവും കത്ത് വരുമ്പം പൊട്ടിച്ച് അതേ വിവരങ്ങളെല്ലാം ആദ്യം വായിക്കും. അപ്പോൾ കണ്ടു നിൽക്കുന്ന അമ്മച്ചി പറയും, മോളെ എന്തുവാ മോൻ, എന്തുവാ വല്ല വിശേഷം വല്ലതും ഉണ്ടോ, എന്തുവാ അവൻ എഴുതി അയച്ചത്? അത് അമ്മച്ചി പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ സുഖമായിരിക്കുന്നെന്ന അത്രയേ ഉള്ളൂ. അതേപോലും അത്രയൊന്നും അല്ല, അതെല്ലാം ഒന്നും അമ്മച്ചിമാരോട് പറയത്തില്ല, അത് വേറെ കാര്യം. അത്രയേ ഉള്ളൂ അമ്മച്ചി എന്നൊക്കെ പറയും. അങ്ങനെ ഓരോ മാസം കത്ത് വരും, പൊട്ടിച്ച് പുള്ളിക്കാരിയും വായിക്കും, അമ്മച്ചിയെയും കുറേയൊക്കെ വിവരങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കും. അങ്ങനെ വന്നപ്പോൾ ഒരു കത്ത് വന്നപ്പോൾ ഈ പുള്ളിക്കാരി നിലം മറന്നങ്ങ് തുള്ളിച്ചാടുക, വല്ലാതെ ചാടുക. ഈ അമ്മച്ചി വിചാരിച്ചു ഇതെന്താ ഈ പുള്ളിക്കാരി ഇങ്ങനെ വല്ലാതെ ചാടുന്നത്, എന്തുവാടി ഇങ്ങനെ കിടന്ന് ചാടുന്നത്? ഉടനെ ആ പുള്ളിക്കാരി പറഞ്ഞത്, അമ്മച്ചി ഞാൻ ചാടിയ മറ്റൊന്നുമല്ല, അച്ഛൻ അടുത്ത ആഴ്ച വരുന്നെന്നാ. അച്ഛൻ അടുത്ത ആഴ്ച വരുന്നു, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനങ്ങ് ചാടിപ്പോയത്. അടുത്ത ആഴ്ച വരുന്നു അമ്മച്ചി, വ്യാഴാഴ്ച രാവിലെ വരുമെന്നാണ് അറിഞ്ഞത്. തിരുവനന്തപുരത്ത് പോയി പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി പോയി പിക്ക് ചെയ്യണം. അച്ഛൻ വരുന്നു, എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ. അപ്പം അങ്ങനെ മടങ്ങി വന്നു കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങളെക്കാൾ ഉപരി, ആമേൻ, അമ്മച്ചിയേക്കാൾ ഉപരി ഈ ഭാര്യ, ഈ സഹോദരിക്കല്ലേ വലിയ സന്തോഷം. കാര്യമെന്താ? തൻ്റെ മണവാളനായി, ഭർത്താവിനായി കാത്തിരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ആളാ. അപ്പം മണവാളൻ വരുന്നു, ഭർത്താവ് വരുന്നു കേട്ടപ്പോൾ നിലമറന്ന് സന്തോഷിക്കുക. അവൻ്റെ വരവിങ്കൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവപൈതലേ, നിനക്കിതാ അവൻ സ്പെഷ്യലായി ഒരു സാരിയും, സ്പെഷ്യലായി ഒരു ചുരിദാറും, സ്പെഷ്യലായി ഒരു വാച്ചും, സ്പെഷ്യലായി ഒരു കണ്ണാടിയും കൊണ്ടുവരിക. ഇത് ഞാൻ പറഞ്ഞു, ദുബായിലെ അച്ഛൻ വരുമ്പം കൊണ്ടുവരുന്ന കാര്യമാണ്. പക്ഷെ കർത്താവ് വരുമ്പം കണ്ണാടിയും ചീപ്പും ഒന്നും അല്ല കൊണ്ടുവരുന്നത്. ആമേ. എന്നാൽ പ്രിയം വച്ചിരിക്കുന്നവർക്ക് എന്തേലും ഒന്ന് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. എന്താണെന്നറിയാമോ? നീതിയുടെ കിരീടം അവൻ നമുക്കായി വച്ചിരിക്കുന്നു. പ്രത്യാശയുള്ളവർ കരമൊന്നുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഏറ്റവും ഒടുവിൽ
അഞ്ചാമത്തെ കിരീടം വാടാത്ത കിരീടം. 1 കൊരിന്ത്യർ 9:25 പൗലോസ് പറയുന്നു, അവർ വാടുന്നതോ പ്രാപിക്കുന്നു, നാമോ വാടാത്ത കിരീടം പ്രാപിക്കുന്നു. അവർ പ്രാപിക്കുന്നത് സെലറോസ് എന്ന് പറയുന്ന ആ ചെടി, അതിൻ്റെ ഇലയും കമ്പും കൂടെ ചേർത്ത് വെട്ടിയെടുത്ത് മടക്കി ഒരു റീത്ത് പോലെ, ഒരു വലയം പോലെ, ഒരു വലയം പോലെ അതെ വളച്ച് അത് കുത്തിയെടുത്ത് തലയിൽ അണിയിക്കുന്ന കിരീടമാ ഈ സെലറോസ് പ്ലാന്റിൽ നിന്ന് ഈ തലയെ വെക്കുന്ന കിരീടം. ഈ ഇല ആകെക്കൂടി 3 ദിവസമേ അങ്ങനെ പച്ചിച്ചിരിക്കയുള്ളൂ. അത് കഴിയുമ്പോൾ അത് വാടിപ്പോകും. ഇത് കണ്ടുകൊണ്ടാ പൗലോസ് പറയുന്നത്, അവരോ വാടുന്നതിനെ പ്രാപിക്കുന്നു, എന്നാൽ നാമോ വാടാത്ത കിരീടം. ഹല്ലേലൂയ! വാടാത്ത കിരീടം. അവന് വേണ്ടി ആര് ഓടുന്നു, അധ്വാനിക്കുന്നു, യോഗത്തിന് വരുന്നു, കൂട്ടായ്മ നടത്തുന്നു, ആത്മാക്കൾക്ക് വേണ്ടി ഓടുന്നു. ആമേൻ. ഓടുന്ന കർത്താവിന് വേണ്ടി വിശ്വാസത്തിനായി ഓടുന്നവർ, പോരാട്ടം കഴിക്കുന്നവർ, അങ്ങനെ ഉള്ളവർക്കുള്ള പ്രതിഫലമാണ് എന്ത്? വാടാത്ത കിരീടം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ ഓടുകയല്ല, ലക്ഷ്യമില്ലാതെ ഓടുകയല്ല, നമ്മൾ ലക്ഷ്യത്തോടെയാണ് ഓടുന്നത്. ട്രാക്ക് തെറ്റിയല്ല ഓടേണ്ടത്, ട്രാക്ക് നോക്കി വേണം ഓടാൻ. 2010 2 ഗെയിംസ് നടന്നു. ഒന്ന് ഏഷ്യൻ ഗെയിംസ്, അത് നടന്നത് ചൈനയിൽ വെച്ച. ആ ചൈനയിൽ നല്ല മിടുമിടുക്കിയായ ഒരു ഓട്ടക്കാരിയെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത് അയച്ചു. ഒരു ഷൈനി എന്ന് പറഞ്ഞൊരു ഓട്ടക്കാരി. അവൾ മിടുമിടുക്കിയായി, ഇവിടെ ഓടി ഒത്തിരി ജയിച്ച് അവൾ മെഡൽ വാങ്ങിയവളാണ്. അവൾ അവിടെ ചെന്നു. ഏതാണ്ട് 10,000 മീറ്റർ ഓട്ടത്തിൽ അവളെ കയറ്റി നിർത്തി. അവൾക്ക് സംഭവിച്ചു പോയത് ഗോൾഡ് മെഡൽ കിട്ടേണ്ടതാണ്, പക്ഷെ ഒന്നും കിട്ടാതെ പോയി. സംഭവിച്ചത് ഇങ്ങനെയാണ്, അവൾ ആദ്യമേ നല്ല സ്പീഡ് എടുത്ത് അവൾ നന്നായി ഓടി ഒടുവിൽ വന്നങ്ങ് അണച്ചിട്ട് പിന്നെ പതുക്കെ അണച്ച് കിതച്ച് അങ്ങ് നിന്നു. ഓട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. നല്ല ഒരു ഓട്ടക്കാരിയാ, പക്ഷെ സംഭവിച്ചത് എന്താ? ആ വെച്ച സ്റ്റെപ്പ് ശരിയായില്ല. ആ തുടക്കത്തിലുള്ള ആവേശം, ഓടാനുള്ള വ്യഗ്രതയും, ആ സ്പീഡ് എടുത്തോടി ഒടുവി വന്നപ്പോൾ അണച്ച് ക്ഷീണിച്ച് ആ ഓട്ടം പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല. ഇത് തന്നെയായിരുന്നു ഇന്ത്യ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന അതേ മറ്റൊരു ഗെയിംസ്, ഒളിമ്പിക് ഗെയിംസ് 2010 ന്യൂഡൽഹിയിൽ വെച്ച് നടന്നത്. അവിടെ ടിൻഡു ലൂക്ക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവൾ 800 മീറ്റർ ഓട്ടത്തിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. അവൾ എടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അവൾ തുടക്കം അല്പം അതേ സ്ലോ പേസാണ് എടുത്തത്. സ്ലോ സ്റ്റെപ്പിൽ അവൾ അതേ ഓടി തുടങ്ങി. ഏതാണ്ട് തീരാറാകുന്നെന്നറിഞ്ഞപ്പോൾ സ്പീഡ് കൂട്ടി ഓടി. അവസാനം വന്നപ്പോൾ അവൾ 1ാം സ്ഥാനം, ഗോൾഡ് മെഡല്. ഒരു ദൂത് പറയട്ടെ, തുടക്കം ഭയങ്കര ആവേശവും ഭയങ്കര എരിവും ഒക്കെയായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് വലിഞ്ഞും ഇഴഞ്ഞും ഒരു യോഗത്തിന് വരാൻ താല്പര്യമില്ല, ഉപവസിക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. ഇങ്ങനൊക്കെയുള്ള പോക്കാണെങ്കിൽ ശ്രദ്ധിച്ചോ, മെഡൽ നഷ്ടമാകും. ശ്രദ്ധിച്ചോ, കിരീടം നഷ്ടമാകും. വിജയിച്ച് കയറാൻ പറ്റുകയില്ല. എന്നാൽ ഓർത്തോണേ, ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ഓടാനുള്ള കൃപ നീ തരണമേ. എൻ്റെ ട്രാക്ക് തെറ്റാതെ, എൻ്റെ ലക്ഷ്യം പിഴയ്ക്കാതെ ഓടി അരുമനാഥൻ്റെ വിളി കേൾക്കുന്നത് വരെ, കാഹളധ്വനി കാതിൽ മുഴങ്ങുന്നത് വരെ ഓടിത്തികപ്പാൻ കൃപ തരണമേ എന്ന് എത്ര ദൈവമക്കൾ ഉള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കും. കരമൊന്നുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഒന്നാമത്തെ ന്യായവിധി അത് വിശുദ്ധന്മാർക്ക് വേണ്ടി. ആ ന്യായവിധി നടക്കുന്നത് മധ്യാകാശത്തിൽ വച്ച്. രണ്ടാമത്തെ ന്യായവിധിയാണ് അത് സർവ്വജാതികൾക്കും വേണ്ടി വച്ചിരിക്കുന്ന ന്യായവിധി.
ആ ന്യായവിധി നടത്തുന്നത് യേശു കർത്താവാണ്. അതിൻ്റെ സമയപ്പെടുന്നറിയാമോ? കർത്താവ് മടങ്ങി വന്നു, തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കലേക്ക് ചേർത്തു. നേരെ അവിടുന്ന് സ്വർഗത്തിലേക്ക്, അഥവാ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചൊരു കല്യാണം നടക്കുന്നു. ആ കല്യാണത്തിൻ്റെ പേര് കുഞ്ഞാടിൻ്റെ കല്യാണം. കല്യാണമൊക്കെ കഴിഞ്ഞ് 7 വർഷം നമ്മൾ അവിടെ എന്താ ചെയ്യുന്നറിയാമോ? നമ്മുടെ ഹണിമൂൺ ട്രിപ്പെല്ലാം അവിടെയാണ്. എവിടാ? ഈ സ്വർഗങ്ങളിൽ പിതാവിൻ്റെ സന്നിധി എല്ലാം ഒന്ന് പോയി നോക്കി കാണുക. നമ്മളിവിടെ വെച്ച് കേട്ടിട്ടുണ്ടല്ലോ, മുത്തുമയമായ ഒരു പട്ടണമൊക്കെ അവിടെ ഉണ്ടെന്ന്. എന്നാലും ഒന്ന് കാണാമെന്ന് വെച്ച് നമ്മൾ അത് പോയി കാണുന്നു. പിന്നെ പിതാവിൻ്റെ സിംഹാസനം ഒന്ന് പോയി കാണുന്നു. ദൂതന്മാരുടെയൊക്കെ വാസസ്ഥലം ഒന്ന് പോയി കാണുന്നു. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ആ മനോഹരമായ കെട്ടിടവും നമുക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന കെട്ടിടം, ഇതൊക്കെ ഒന്ന് കാണണ്ടേ? എല്ലാം ഒന്ന് പോയി കണ്ടും കേട്ട് വരുമ്പോൾ 7 വർഷം അങ്ങ് തീരും. 7 വർഷം നാം കർത്താവിനോട് കൂടെ, അവനോടൊപ്പം. ആ 7 വർഷം ഇവിടെ മഹാപീഡനകാലം. അധർമ്മമൂർത്തി സർവ്വ അധികാരത്തോടും കൂടെ സർവ്വ രാജ്യങ്ങളെയും കീഴടക്കി അവൻ ഏകാധിപതിയായി അവൻ വാഴുന്ന കാലഘട്ടം. ആകെക്കൂടി 7 വർഷം അത്രേ അനുവദിച്ചിട്ടുള്ളൂ. ആ 7 വർഷത്തിൻ്റെ ഒടുവിൽ വരുമ്പോൾ ഒരു ഹർമ്മഗദോൻ യുദ്ധം നടക്കും. ആ ഹർമ്മഗദോൻ യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങനെ 7 വർഷത്തിൻ്റെ ഒടുവിൽ കർത്താവ് ഒരു സിംഹാസനം വയ്ക്കും. ആ സിംഹാസനത്തിൻ്റെ പേര് തേജസ്സിൻ്റെ സിംഹാസനം. അതിനെക്കുറിച്ച് വായിക്കുന്നത് മത്തായി 25:31 മുതലുള്ള വാക്യങ്ങളിൽ അവൻ തേജസ്സിൻ്റെ സിംഹാസനം വയ്ക്കും. ഇതാർക്ക് വേണ്ടിയാ? ഇത് ജാതികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇസ്രയേലുമല്ല, ദൈവമക്കളുമല്ലാത്ത പുറജാതികൾക്ക് വേണ്ടി ദൈവം വയ്ക്കുന്ന ന്യായവിധി. സർവ്വജാതികളെയും എൻ്റെ കർത്താവ് ആ തേജസ്സിൻ്റെ സിംഹാസനം മുമ്പിൽ അതേ കൊണ്ടുവരും. എന്നിട്ട് അവയെ 2ആയി അങ്ങ് വിഭജിക്കും. വലത്തുള്ളവര്, വലത്തുള്ളവര് അവർ ചെമ്മരിയാട്ടിൻ കൂട്ടമെന്നും ഇടത്തുള്ളവര് കോലാട്ടിൻ കൂട്ടമെന്നും. എന്നിട്ട് അവർക്കായി ന്യായവിധി അങ്ങോട്ട് പ്രഖ്യാപിക്കും. വലത്തുള്ളവരെ നോക്കി എൻ്റെ കർത്താവ് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ഇത് കേട്ടപ്പോ ഈ ജാതികളായ ആളുകൾ അവരമ്പരന്നു. കർത്താവേ, ഞങ്ങൾക്കോ? അങ്ങയുടെ രാജ്യം ഞങ്ങൾക്കോ? ജാതികളായ ഞങ്ങൾക്കോ? അതെ, നിങ്ങൾക്ക്. അതെന്താ കർത്താവേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. എനിക്ക് വിശന്നു, എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ആഹാ, തടവിലായിരിക്കുന്നവൻ രോഗികളെയൊക്കെ വന്നു കാണുന്നതിന് പ്രതിഫലമുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ വന്നു കണ്ടു. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് അങ്ങയോ? അങ്ങേ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടു? ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഞങ്ങൾ തടവി വന്ന് കണ്ടത്, രോഗിയായി വന്നപ്പോൾ കണ്ടത്? കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ ചെറിയന്മാരിൽ ഒരുവന് ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു. ആരായി ചെറിയവര്? അതാണ് ഇസ്രായേൽ മക്കൾ. മഹാപീഡന കാലത്തുകൂടി ഇസ്രായേൽ മക്കൾ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ട ആതുര ശുശ്രൂഷ ഈ ജാതികൾ ചെയ്ത നിമിത്തം, തിരുനാമ നിമിത്തം ചെയ്ത നിമിത്തം അവർക്കും ഒരു പ്രതിഫലം. അതുകൊണ്ട് അവരെ നോക്കി പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ഒരു കൂട്ടരാണ് ഈ കോലാട്ടിൻ കൂട്ടരെന്ന് പറയുന്നത്. ഒരു ഗുണവും, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തതെന്ന് പറയത്തില്ലേ, ഒരു ഗുണവും ചെയ്യാത്തവർ. അവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടുപോകുവീൻ. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. സ്തോത്രം. ഈ ന്യായവിധി ജാതികൾക്ക് വേണ്ടിയുള്ള ന്യായവിധി. ആ ന്യായവിധി നടക്കുന്നത് കർത്താവ് മടങ്ങി വന്ന് 7 വർഷവും കഴിയുമ്പോൾ, മഹാപീഡന കാലത്തിൻ്റെ ഒടുവിൽ അർമ്മഗദോൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ന്യായവിധി. ഇത് നടക്കുന്ന താഴ്വരയുടെ പേര് യഹോശാഫാത്ത് താഴ്വര. അവിടെ വെച്ച് നടക്കുന്നു. 3ാമത്തെ ന്യായവിധി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. അതാണ് വെള്ളസിംഹാസനിൽ വെച്ച് സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന ന്യായവിധി. സ്വർഗത്തിൽ അവനൊരു സിംഹാസനം വെക്കും. ആ സിംഹാസനത്തിന്റെ പേര് അത് വെള്ളസിംഹാസനം. വായിക്കാം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 വാക്യങ്ങൾ. വെളിപ്പാട് 20
11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അടുത്തത്, അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. മതി, ഇതാ ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അതിൽ ഒന്നത്രേ ഇതാ വെള്ള സിംഹാസനം. ഈ വെള്ള സിംഹാസനം മുമ്പിൽ വന്ന് നിൽക്കുന്നവര് മരിച്ചു മൺമറഞ്ഞു പോയ ആബാലവൃദ്ധം ദുഷ്ടന്മാര്. കയീൻ മുതൽ ഇന്നുവരെ ദൈവത്തെ മറന്നും ദൈവത്തിന് വിപരീതമായും ജീവിച്ച സകല ദുഷ്ടന്മാർ. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, വാർദ്ധക്യം ചെന്നവരുണ്ട്. ഇവരെല്ലാവരും കൂടെ ഉയർത്തെഴുന്നേറ്റ് ഈ സിംഹാസനത്തിൽ മുൻപിൽ വരും. മരിച്ചവർ സമുദ്രം തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആകാശത്തിൽ വെച്ച് പ്ലെയിൻ ക്രാഷിൽ മരിച്ചവരെ ആകാശം ഏൽപ്പിച്ചു കൊടുക്കുന്നു. കപ്പൽ യാത്രയിൽ അതേ കപ്പൽ ക്രാഷ് നിമിത്തം മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നു. സർവപ്രപഞ്ചവും ഒരുപോലെ സഹകരിച്ച് നിൽക്കുന്ന ഒരു ന്യായവിധിയാണ് വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. ഇന്ന് പിടികിട്ട പുള്ളികളായി നടക്കുന്ന സകല പുള്ളികളെയും എൻ്റെ കർത്താവ് അന്ന് അവിടെ കൊണ്ടുവരും. പ്രൈസല്ലോ. പിടികിട്ട പുള്ളിയായി നടക്കുന്ന രാജൻ കൊലക്കേസിലെ പ്രതിയെയും അതുപോലെ സുവാരക്കുറുപ്പിനെയും എല്ലാ പുള്ളികളെയും തമ്പുരാൻ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവരും. ഇതാ ഒരു പുസ്തകം തുറക്കും. ആ പുസ്തകത്തിന്റെ പേരാണ് ജീവന്റെ പുസ്തകം. ഹല്ലേലൂയാ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, ശ്രദ്ധിക്കണേ എന്നെ കേൾക്കുന്ന മക്കളുമാരെ, കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. എപ്പോഴാ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്? നീ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നീ അറിയാത്ത ഒരു തൂലിക ചലിക്കുന്നു. ദൈവഭയത്തിൽ അറിയാത്ത ഇടത്തൊരു തൂലിക ചലിക്കുന്നുണ്ട്. നീ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ എൻ്റെ പിതാവ് തൻ്റെ സ്ഥലമുള്ള ജീവന്റെ പുസ്തകം അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് അവിടെ എഴുതി വെക്കും, ബി വർഗീസ്, ബി വർഗീസ് എഴുതി വെക്കും. ഏപ്രിൽ മാസം 14-ാം തീയതി 1976 അതേ രക്ഷിക്കപ്പെട്ട ദിവസം എഴുതി വെക്കും. കുഞ്ഞേ, മക്കളെ ശ്രദ്ധിക്കണേ, ഒരു നാളിൽ ഈ പുസ്തകം തുറക്കപ്പെടും. സർക്കാർ വക വെള്ളം ഉപയോഗിക്കുന്നവർക്കറിയാം, വാട്ടർ അതോറിറ്റിയിൽ അവിടെ പേരുണ്ട്. ഇവിടുത്തെ ഒരു പൗരനാണോ? ഒരുപക്ഷെ പഞ്ചായത്തിൽ പേര് കാണും, വില്ലേജ് ഓഫീസിൽ പേര് കാണും, അല്ലെ താലൂക്കിൽ പേര് കാണും. സപ്ലൈ ഓഫീസ്, അതേ റേഷൻ, അതേ അരി വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്, റേഷൻ കാർഡ് കയ്യിലുള്ളവരുടെ പേര് സപ്ലൈ ഓഫീസിൽ കാണും. പക്ഷെ അവിടെ പേരുള്ളത് കൊണ്ട് കാര്യമില്ല. സ്തോത്രം. ഒരു വാഹനമുള്ളവർക്ക് RT ഓഫീസിൽ അവരുടെ പേര് കാണും, അതുകൊണ്ട് കാര്യമില്ല. അതെല്ലാം ഇവിടെ അവസാനിക്കും. എന്നാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇന്ന് പകല് എത്ര പേര് ശോധന ചെയ്യും? അല്ലെ കഴിഞ്ഞ നിമിഷങ്ങളിലാകാം അവന്റെ പുസ്തകത്തിൽ അവൻ എഴുതി ചേർക്കും.
ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എൻ്റെ ദൈവം വലിച്ചെറിയുന്ന ഒരിടമുണ്ട്. അതിൻ്റെ പേരാണ് തീപ്പൊയ്ക. സ്തോത്രം. തീപ്പൊയ്ക. ദൈവമക്കളെ, നമ്മൾ തീപ്പൊയ്യയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, ആയതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരല്ല. വെള്ളസിംഹാസന ദുഷ്ടന്മാരെ ന്യായം വിധിച്ച് തീപ്പൊയ്യയിലേക്ക് അവൻ തള്ളുന്നുവെങ്കിൽ, കൃപ പ്രാപിച്ച ദൈവവൈതലേ, നീ വന്ന് നിൽക്കുന്ന ഒരിടമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ന്യായാസനം. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ക്രിസ്തുവിൻ്റെ ന്യായാസനം. നിന്റെ വീണ്ടെടുപ്പുകാരൻ അവൻ ന്യായാധിപനായി മാറത്ത് പൊൻകച്ച കെട്ടി അവൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നീ ചെയ്ത സകല പ്രവൃത്തികൾക്കും അനുസൃതമായി എണ്ണി 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 സകലറ്റും പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്കകത്ത് ആ പ്രത്യാശയുണ്ട്? എൻ്റെ കർത്താവ് മടങ്ങി വരാറായി. ഞാൻ ഓടിയതിനും അധ്വാനിച്ചതിനും ഞാൻ ചിലവിട്ടതിനും ഞാൻ നിന്നെയും പരിഹാസവും സഹിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി വന്നതിനും അടിയേറ്റതിനും എനിക്കൊരു പ്രതിഫലമുണ്ട്. എനിക്കൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. എത്ര ദൈവമക്കളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും? സർവ്വലോകത്തെയും എൻ്റെ ദൈവം ന്യായം വിധിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവപൈതലേ, ലോകർക്കുള്ള ന്യായവിധി അല്ല നമുക്ക്, ജാതികൾക്കുള്ള ന്യായവിധി അല്ല നമുക്ക്, ദുഷ്ടന്മാർക്കുള്ള ന്യായവിധി അല്ല നമുക്ക്. തേജസ്സിന്റെ പൊൻകിരീടം അണിഞ്ഞുകൊണ്ട് അരുമനാഥന്റെ ന്യായാസന മുൻപാകെ നിൽക്കുന്ന ആ ദിവസം, ആ ശോഭന മുഹൂർത്തം, ആ ധന്യ നിമിഷം എത്ര പേര് അന്തരാത്മാവിൽ ഒന്ന് കണ്ടുകൊണ്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തും ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നാം മൂടയാതികൾ തീർന്നിടുവാൻ. ചേർന്ന് പാടാം. നേടുവാൻ കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം. ഹല്ലേലൂയ. ഓ കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. ഓ പിന്നെ പുതുയുഗം മിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം മിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ യേശുവേ. ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുവാ. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുവാ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. നമുക്കെല്ലാവർക്കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രത്യാശയുടെ ഗാനം പാടി നമുക്ക് ആരാധിക്കാം. നമ്മൾ പ്രസംഗിച്ചല്ലേ മെസ്സേജ് കൊണ്ടുവന്ന് നിർത്തിയത്, നമ്മുടെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ലോകരാഷ്ട്രങ്ങളെ നോക്കിക്കൊണ്ട്
ഒടുവിൽ യഹൂദയും ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ആമോസ് ന്യായവിധ ദൂത് വിളിച്ചു പറയുമ്പോൾ ഓർത്തോണം, നമ്മുടെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. കർത്താവ് തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി വച്ച ന്യായവിധിയാണ് നമ്മൾ പ്രാരംഭത്തിൽ കേട്ടത്. അത് തൻ്റെ മടങ്ങി വരവിങ്കൽ സംഭവിക്കും. കർത്താവിൻ്റെ മടങ്ങി വരവ് അത് വാതിൽക്കലായി അടുത്തു എന്നല്ല പറയേണ്ടത്, വാതിൽക്കലായി. ഇന്ന് പകൽ ഈ മീറ്റിങ്ങിൽ ഞാൻ കടന്നു വരേണ്ടതാണ്. ആ വിവരം മുൻകൂട്ടി പ്രിയ ബാബുച്ചാൻ എന്നെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം എനിക്ക് റിമൈൻഡറും അയച്ചു. ഞാൻ 11:30 ആയിട്ടും ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം എത്ര ഭയങ്കരം. എന്നാൽ 11:30 ആകുന്നു. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയുക, ഞാൻ വാതിൽക്കലുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. ഇതുപോലെ ആ കർത്താവിൻ്റെ മടങ്ങി വരവ് അടുത്തു എന്നല്ല പറയേണ്ടത്, വാതിൽക്കലായിരിക്കുന്നു. ദൈവപൈതലേ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരു നാളിൽ ദൈവം ന്യായം വിധിക്കും. ആ ന്യായവിധിങ്കൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രതിഫലത്തിനായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വരവിങ്കൽ ചേർക്കപ്പെടുവാനായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നേഹിത ദൈവവൈതലേ, ഇന്നു പകൽ കേട്ട ദൂതൻ്റെ മുമ്പിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കണം. ഇനി നാളും സമയം നമ്മുടെ മുമ്പിലില്ല. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അവൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. ആരുണ്ട് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ? അങ്ങനെയുള്ളവർ കരമൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുക. ആരുണ്ട് യേശുവിന് വേണ്ടി ഒന്ന് കരം കൊടുക്കുവാൻ? കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുവാൻ? കർത്താവിന് വേണ്ടി കഴിഞ്ഞ നാളിൽ ഇറങ്ങിത്തിരിപ്പാനിടയായി, അവൻ്റെ വേലയിൽ ഒരു പങ്കുവഹിപ്പാനിടയായി. പക്ഷെ ഇത്രയും പോരാ, ഇനിയും എനിക്ക് കർത്താവിന് വേണ്ടി ഓടണം. അധികമായി അവൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം, അധികമായി ഓടണം. കർത്താവിൻ്റെ വേലയിൽ എനിക്കിനിയും പ്രയോജനപ്പെടണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? നല്ലൊരു പ്രതിഫലം കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അവൻ്റെ കരം കൊണ്ട് എനിക്ക് ഏറ്റുവാങ്ങണം. നല്ലൊരു പ്രതിഫലം പ്രാപിപ്പാൻ അവൻ്റെ സന്നിധിയിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ വെറും ഒരു പ്രതിഫലമല്ല, നല്ലൊരു പ്രതിഫലം പ്രാപിപ്പാൻ കർത്താവേ, എന്നെ ഒരുക്കണമേ. അങ്ങയുടെ വേലയിൽ എന്നെ ഉപയോഗിക്കണമേ, ശക്തമായി എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേരുണ്ട്? ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇതിനകത്തുനിന്ന് ചില അഭിഷക്തന്മാരെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുക. ഇതിനകത്തുനിന്ന് വീറോടെ നിൽപ്പാൻ പ്രാപ്തന്മാരായ ചില മിഷണറിമാരെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുക. ദേശങ്ങൾ താണ്ടി, രാജ്യങ്ങൾ താണ്ടി കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. കർത്താവേ, എനിക്ക് എൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കൃപ തരുമാറാകണമേ എന്ന് കരമൊന്നുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. എൻ്റെ കുറവുകളെ നീ ക്ഷമിക്കണമേ കർത്താവ്. എൻ്റെ ബലഹീനങ്ങളെ നീ പൊറുക്കണമേ. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ സംസാരത്തിലൊക്കെ വന്നുപോയ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ കർത്താവേ. എന്നെ ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞ് ഒന്ന് സമർപ്പിക്കുന്നവര് ഒന്ന് കരമുയർത്തിപ്പിടിച്ചാട്ട് നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവ് പുതിയ കൃപ നിങ്ങളുടെ മേൽ പകരും, പുതിയ അഭിഷേകം നിങ്ങളുടെ മേൽ പകരും, അവൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരും. ഈ നിമിഷം കാഹളം ധ്വനിച്ചാൽ അവൻ്റെ വരവിങ്കിൽ നാം ചേർക്കപ്പെടണം. ആരും നഷ്ടപ്പെടുവാനിടയാകരുത്. കരമുയർത്തിപ്പിടിച്ചാട്ട് കർത്താവേ, ഈ കരങ്ങളെ അവിടുന്ന് കാണണമേ. അങ്ങയുടെ വരവിങ്കൽ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ അങ്ങ് മടങ്ങി വരുമ്പോൾ ആ വരവിങ്കൽ കോടാനുകോടി വിശുദ്ധന്മാരെ ആ തിരുസല്ലേക്ക് ചേർക്കുമ്പോൾ അടിയനെയും കർത്താവെ ആ കൂട്ടത്തിൽ നീ അവിടുന്ന് ചേർക്കണമേ. അതിനായി അടിയനെയും അടിയന്റെ പ്രിയപ്പെട്ടവരെയും കരമുയർത്തിയിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പാട്ടുപാടി നാം കർത്താവിനെ ആരാധിക്കുവാനായി പോകുന്നു. പാട്ടുപാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള ദൈവമക്കൾ നിങ്ങൾ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ കോപ്പി ഇതിൻ്റെ പിറകിൽ പ്രിയ സോളമൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചെറിയ പ്രവാചകന്മാർ
അത് 2 വോളിയമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ അവസാന ചില കോപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയൊരു പുസ്തകം യോഹന്നാൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ, അതും അതേ 10 കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. പുറകിൽ താല്പര്യമുള്ളവർക്കത് വാങ്ങാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കരമടിച്ച് നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ധൈര്യത്തോടെ പാടാം. നമുക്ക് പ്രതിഫലം തരാൻ പോവുകയാണ്. ഈ കാലമെല്ലാം കഴിയാൻ പോവുകയാണ്. കർത്താവ് വരാൻ പോവുകയാണ്. ഒരു പുതുയുഗം വിരിയാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പാടി ആരാധിക്കാം. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തന്തിരുനാമത്തിനാ മണ്ണിൽ നിന്നക സഹിച്ചവരെ, തന്തിരുനാമത്തിനാ മണ്ണിൽ നിന്നക സഹിച്ചവരെ, തിരുസന്നിധം ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധം ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. സ്വന്തം ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ, സ്വന്തം ജനത്തിനെല്ലാം പല പീഡ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. തുടർന്ന് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക സന്ദേശം ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവെ അങ്ങ് പറഞ്ഞു ഞാൻ വരും. തീർച്ചയായിട്ടും ദൈവസഭയെ ചേർക്കുവാൻ കർത്താവ് കടന്നു വരുമല്ലോ. കർത്താവെ ഞങ്ങളുടെ വലിയ പ്രത്യാശയാണ് അങ്ങയുടെ 2ാമത്തെ വരവ്. കർത്താവെ ദൈവമക്കളാകും ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങ് വരും. ആ വിശ്വാസത്തോടുകൂടെ ഓരോ ദിവസം കർത്താവെ ജീവിപ്പാൻ വേണ്ട കൃപ ദൈവം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. ദൈവവചനത്തിൽ കൂടെ ഞങ്ങളെ അതിനെ ഓർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ വചനത്തിന് മുമ്പിൽ മറുതലിച്ച് നിൽക്കാതെ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടുകൊണ്ട് കർത്താവെ അവിടുത്തെ വരവിങ്കൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ മധ്യാകാശത്തിൻ്റെ വരവിങ്കലപ്പ ഞങ്ങൾക്ക് എടുക്കപ്പെടുവാൻ അവസരം കിട്ടി. എടുക്കപ്പെട്ടില്ല എങ്കിൽ 2ാമതൊരു ചാൻസ് ഇല്ല, ഒരവസരമില്ല എന്നുള്ളൊരു ബോധം ഈ നാളുകൾ ദൈവമക്കളായ ഞങ്ങളെ പരിശുദ്ധാത്മാവെ അങ്ങ് ഭരിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവദിനത്തിന് മുമ്പിൽ മർദ്ദലിക്കാതെ അഹങ്കരിച്ച് നിൽക്കാതെ തന്നെ താഴ്ത്തി പ്രതിദിനം സമർപ്പിച്ച് വിശുദ്ധിയോടും വേർപാടോടുകൂടെ ജീവിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദിനം സംസാരിക്കുവാൻ, മറനീക്കി സംസാരിക്കുവാൻ, മറച്ചു വെക്കാതെ ദൈവവചനം സംസാരിക്കുവാൻ അവിടുത്തെ അഭിഷക്തനെയും ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ആത്മീയമായി ബലപ്പെടുത്തിയല്ലോ, ശാരീരികമായി ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവത്തിനെ കേട്ട എല്ലാ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്കായി സ്തോത്രം. ഇതിലൂടെ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വൈകുന്നേരം നടക്കുന്ന മീറ്റിങ്ങിനായും സ്തോത്രം ചെയ്യുന്നു. മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിച്ചു തരുമാറാകണം. ഇന്ന് പകലിൽ തുടർന്നും ആത്മസമർപ്പണത്തോടും ദൈവകൃപയോടും വിശുദ്ധിയോടും ഒരിക്കൽ കൂടെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി മഹത്വം മാനവമഹത്വം അങ്ങെടുക്കണം. ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്ത
നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ദിനം തോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കരുതലും കാവലും നാം ഓരോരുത്തരോടും ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. ഈ പകൽക്കാലവും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സമാപന രാത്രി 6 മണിക്ക് പ്രാർത്ഥിച്ചത്